ദൈവത്തിന് സ്തോത്രം. MPCCയുടെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ കൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും എല്ലാ മുതിർന്നവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കുറച്ച് നാളുകൾക്ക് നമ്മൾ തുടർച്ചയായിട്ട് സൺഡേ സ്കൂള് നമ്മൾ പഠിച്ചു വരികയാണ്. ഇന്ന് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള പാഠഭാഗം എന്ന് പറയുന്നത് 4ാം ക്ലാസ്സിന്റെ 33, 34 രണ്ട് അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. 4ാം ക്ലാസ്സിന്റെ 33, 34 അധ്യായങ്ങൾ തുടർമാനമായിട്ട് നമ്മൾ സൺഡേ സ്കൂൾ അധ്യായങ്ങൾ പഠിച്ചു വരികയാണ്. അതിന്റെയൊക്കെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മൾ ഇന്ന് 2 അധ്യായങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. 2 അധ്യായങ്ങളില് പഴയ നിയമത്തിലെ 2 രാജാക്കന്മാരെ പറ്റി, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഒരു രാജാവിനെ പറ്റിയും പഴയ നിയമത്തിൽ വളരെ പ്രസിദ്ധനായിരുന്ന ഒരു പ്രവാചകനെയും പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പഴയ നിയമത്തിലെ രാജാക്കന്മാരെ പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ, ഇസ്രായേലിലെ ഒരു രാജാവിനെ പറ്റി നാം ഓർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു രാജാവാണ് ആട്ടിടയനായിരുന്ന ദാവീദ് രാജാവ്. ആ ദാവീദ് രാജാവിനെ പറ്റിയും യഹൂദയിലൊക്കെ പ്രസിദ്ധമായി നിലനിന്നിരുന്ന ഏലിയ പ്രവാചകനെ പറ്റിയുമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പാഠം 33, ദയ കാണിച്ച രാജാവ്. ആ രാജാവ് ആരാണെന്ന് അറിയാമോ? അതാണ് ആട്ടിടയ ചെറുക്കനായിരുന്ന ദാവീദ് രാജാവ്. ആട്ടിടയനായിരുന്ന ദാവീദിനെ എന്ത് ചെയ്തു? ഇസ്രായേലിലെ രാജാവായി, അല്ലെങ്കിൽ അവിടുത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. ആ ദാവീദ് ഒരാളോട് ദയ കാണിച്ചു. ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ പാഠഭാഗമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 20ാം അധ്യായം 14 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളും, 2 ശമൂവേലിന്റെ പുസ്തകം 4ാം അധ്യായത്തിലെ 4ാം വാക്യവും 8ാം അധ്യായം 14 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് വേദഭാഗമായിട്ട് നൽകപ്പെട്ടിട്ടുള്ളത്. നാം നോക്കുകയാണെങ്കിൽ ഈ ദയ കാണിച്ച രാജാവിനെ പറ്റി നമുക്ക് അല്പം ചിന്തിക്കാം. നമ്മുടെ പാഠത്തിന്റെ പേരാണ് ദയ കാണിച്ച രാജാവ്. ഏത് രാജാവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്? ദാവീദ് രാജാവിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള മനപ്പാഠ വാക്യം ഏതെന്ന് നോക്കുകയാണെങ്കിൽ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4ാം അധ്യായം 37ാം വാക്യമാണ് നമുക്ക് മനപ്പാഠമായി നൽകപ്പെട്ടിട്ടുള്ളത്. അത് ടീച്ചർ ഒന്ന് വായിക്കാം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പൻ. ഇതാണ് നമുക്കിത് നൽകപ്പെട്ടിട്ടുള്ള മനപ്പാഠം. ഞാൻ ഒന്നും കൂടെ വായിക്കാം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പൻ. നാം നോക്കുകയാണെങ്കിൽ ഈ ഒരു മനപ്പാഠത്തിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്താ പറയുന്നത് യേശു കർത്താവ്? എന്താ പറയുന്നത് ലേഖനകർത്താവ് നമ്മളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്തുണ്ടാകണം? നിങ്ങൾക്ക് പരസ്പരം തമ്മിൽ ദയുണ്ടാകണം, നിങ്ങൾക്ക് പരസ്പരം മനസ്സലിവുണ്ടാകണം. ആരെ മാതൃകയാക്കി? ദൈവം ക്രിസ്തു നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും അന്യോന്യം ക്ഷമിപ്പൻ. ഞാൻ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പ്രിയ കുഞ്ഞുങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാം നോക്കുകയാണെങ്കിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? പ്രാർത്ഥിപ്പാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് തുടങ്ങിയ ആ പ്രാർത്ഥനാ ശകലം കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്ത് പ്രസക്തമായ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അതായത് ഒരു ക്ഷമ എന്നൊരു ശീലത്തെ പറ്റി കർത്താവ് ഊന്നി തന്റെ പ്രാർത്ഥനയിൽ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു. അതേ കാര്യമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലും കാണാൻ കഴിയുന്നത്. നിങ്ങളിൽ ദയയുണ്ടാകണം, നിങ്ങളിൽ മനസ്സലിവുണ്ടാകണം. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ദയയുണ്ടാകണം, നിങ്ങളുടെ മനസ്സ് അലിവുള്ളതായി തീരണം എന്നാണ് നമ്മളെ ഈ വാക്യത്തിലൂടെ ലേഖനകർത്താവ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് നോക്കാം. ഈ പാഠഭാഗത്തിലും ദയ കാണിച്ച ഒരു രാജാവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ദയ കാണിച്ച ഏത് രാജാവാണ്? ബേത്ലഹേമ്യനായ ഇശായിയുടെ പുത്രനായ ആട്ടിടയനായിരുന്ന ദാവീദ് രാജാവ്. നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഈ പാഠഭാഗത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പാഠഭാഗത്തിന്റെ ഒരു ചരിത്രം നാം പഠിക്കണം. ഈ ദയ കാണിക്കുവാൻ ദാവീദ് രാജാവ് ഒരു വ്യക്തിയോട് ദയ കാണിച്ചു ഞാൻ പറഞ്ഞല്ലേ. ആ വ്യക്തിയോട് ദയ കാണിക്കുവാൻ പിന്നിൽ ഒരു ചരിത്രം കിടപ്പുണ്ട്. ആ ചരിത്രം പഠിക്കണമെങ്കിൽ നാം ഈ അധ്യായത്തില് 1 ശമൂവേലിന്റെ പുസ്തകം ഏതാണ്ട് 15 തുടങ്ങിയുള്ള അധ്യായങ്ങൾ നാം പഠിച്ചു വരുമ്പോൾ ദാവീദിന്റെ ഒരു ചരിത്രം അവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയും. ഞാൻ ആ ചരിത്രം ചെറുതായിട്ടൊന്ന് പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചരിത്രം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.
ആ ചരിത്രത്തില് നമുക്ക് കാണാനായി കഴിയുന്നത് ബേത്ലഹേമില് ഇശായി എന്നൊരു ഒരു ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് കുറെ മക്കളുണ്ടായിരുന്നു. അതില് ഏറ്റവും 8 മക്കളുണ്ടായിരുന്നു. ആ 8 മക്കളില് ഏറ്റവും ഇളയവനായിരുന്നു ദാവീദ്. അപ്പോ ആ കാലഘട്ടത്തിൽ ആ ഇസ്രയേലിലെ ആദ്യത്തെ രാജാവായി അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ശൗൽ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. അപ്പോ ഈ ശൗലിന്റെ കാലഘട്ടത്തിൽ ഇശായി എന്ന് പറഞ്ഞാൽ വളരെ വൃദ്ധനായിരുന്നു. ഇശായിക്ക് 8 മക്കളുണ്ടായിരുന്നു. ഇശായിയുടെ 8 മക്കളില് ആദ്യത്തെ 3 പേര് ശൗലിന്റെ പട്ടാളത്തിലെ പടയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന അല്ലെങ്കിൽ പട്ടാള ക്യാമ്പിലുള്ള മിലിറ്ററിയിൽ ഉള്ള ആൾക്കാരായിരുന്നു ഇശായിയുടെ ആദ്യത്തെ 3 മക്കള്. അതിനുശേഷം ഏറ്റവും ഇളയവനായ ദാവീദിന് കിട്ടിയ ജോലി എന്താണെന്നറിയാമോ? തന്റെ അപ്പനായ ഇശായിയുടെ ആടുകളെ മേയ്ക്കുക എന്നായിരുന്നു ദാവീദിന്റെ ജോലി. അപ്പൊ ദാവീദിനെ നോക്കുകയാണെങ്കിൽ ദാവീദ് ഒരു ബാലനായിരുന്നു. അപ്പൊ അത്രയും എന്താ പറയുന്നത്, അത്രയും ഒരു പട്ടാളത്തിലോട്ടൊക്കെ ഒരു യോഗ്യത നേടണമെങ്കിൽ ഇത്ര ഹൈറ്റ് വേണം, ഇത്ര വെയിറ്റ് വേണം, ഇത്ര ഏജ് വേണം എന്നൊക്കെ ഒത്തിരി എന്താ പറയുന്നത് കുറെ റെഗുലേഷൻസ് ഉണ്ട് അല്ലെ, കുറെ റൂൾസ് ഉണ്ട്. പക്ഷെ ദാവീദ് എന്ന് പറയുന്നത് കേവലം ഒരു ചെറിയ ബാലൻ, ഒരു കോമള രൂപൻ, ഒരു പവിഴ നിറമുള്ള ഒരു ചെറിയ ഒരു ബാലനായിരുന്നു, ഒരു ഇടയ ചെറുക്കനായിരുന്നു ദാവീദ്. അപ്പൊ ദാവീദ് എന്താ ചെയ്യുന്നത്? ദാവീദ് തന്റെ അപ്പന്റെ ജോലിയായി തന്റെ അപ്പന്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു ദാവീദിന്റെ ജോലി. അങ്ങനെ ഈ മൂന്ന് ജ്യേഷ്ഠന്മാരും ശൗലിന്റെ യുദ്ധത്തിന്റെ ആ സന്നാഹത്തില് അവരുടെ മിലിറ്ററി അതിനകത്തുള്ള 3 വ്യക്തികളായിരുന്നു ദാവീദിന്റെ 3 ജ്യേഷ്ഠന്മാർ. അബീനാദാബ് അങ്ങനെ പറയുന്ന 3 ജ്യേഷ്ഠന്മാർ ദാവീദിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ സമയത്ത് ശൗല് ആ ഇസ്രായേൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ ഇസ്രായേൽ രാജ്യത്തുണ്ടല്ലോ യുദ്ധം നടക്കുക. ആരുമായിട്ട് യുദ്ധം നടക്കുക? അവരുടെ പ്രധാന ശത്രുവായിരുന്ന ഫെലിസ്ത്യരോട് അവിടെ യുദ്ധം നടക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് യുദ്ധം നടക്കുമ്പോൾ ഈ ഭവനത്തിലെ 3 പേര് യുദ്ധത്തിനായിട്ട് കടന്നു ചെന്നു. അതിനിരിക്കുമ്പോൾ ഇശായി തന്റെ മകനായ ദാവീദിനോട് പറയുക, നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ ജ്യേഷ്ഠന്മാർ പോയിട്ട് കുറച്ചു ദിവസമായി. അവരുടെ ക്ഷേമം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നീ ആ യുദ്ധം നടക്കുന്ന ഇടത്തോട്ടൊന്ന് പോ. ആ താഴ്വരയിലേക്ക് അവര് പടക്കിറങ്ങി ആ താഴ്വരയിലേക്ക് പോയിട്ട് നിന്റെ സഹോദരന്മാരെ പറ്റിയിട്ടുള്ള കുശലമൊക്കെ ഒന്ന് അന്വേഷിച്ചു വാ എന്ന് പറഞ്ഞ് കുറച്ച് ആഹാരവും കുറച്ച് മലരും ഒക്കെ കൊടുത്തു വിടുക. ആരെ? ദാവീദിനെ. എങ്ങോട്ട് വിടുക? ആ യുദ്ധം നടക്കുന്ന താഴ്വരയുടെ അരികിലേക്ക് ദാവീദിനെ ക്ഷേമാന്വേഷണത്തിന് വേണ്ടിയിട്ട് വിടുക തന്റെ പാപ്പൻ. അപ്പൊ ദാവീദ് ദാവീദിന്റെ ഉത്തരവാദിത്വം എന്താ? ആടുകളെ മേയ്ക്കുക. ദാവീദ് എന്താ ചെയ്യുന്നേ? ആ ആടുകളെയൊക്കെ ഉണ്ടല്ലോ ഒരാളെ പറഞ്ഞേൽപ്പിച്ചിട്ട് ദാവീദ് എങ്ങോട്ട് പോവുക? ആ താഴ്വരയിലേക്ക് പോവുക. താഴ്വരയിൽ എന്തിനു പോവുക? തന്റെ സഹോദരന്മാരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ചെന്നപ്പോ എന്താ സംഭവിക്കുന്നറിയാമോ? ദാവീദ് കണ്ടത് ഇസ്രായേൽ മക്കൾക്കെതിരെ, ഇസ്രായേൽ ജനങ്ങൾക്കെതിരെ വലിയൊരു യുദ്ധ സന്നാഹം ആ താഴ്വരയിൽ പടയ്ക്ക്, അതായത് യുദ്ധം ചെയ്യുവാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് ദാവീദ് കണ്ടു. ദാവീദ് കണ്ടപ്പോ ദാവീദ് എന്തുവാ ചെയ്തതെന്നറിയാമോ? ദാവീദ് ഈ അണിനിരക്കുന്ന വ്യക്തികളെ കണ്ടപ്പോ ദാവീദിന്റെ കയ്യിൽ എന്തോ ഉണ്ട്? തന്റെ അപ്പൻ കൊടുത്തുവിട്ട കുറച്ച് ഭക്ഷ്യവസ്തുക്കളൊക്കെ ദാവീദിന്റെ കയ്യിലുണ്ടല്ലേ. ഈ ദാവീദ് എന്തോ എന്നറിയാമോ? അവിടെ ഈ പടക്കോപ്പൊക്കെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിലോട്ട് തന്റെ കയ്യിലുള്ള ഈ അല്പം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ദാവീദ് എന്തോ ചെയ്യുന്നറിയാമോ? ഈ സഹോദരന്മാര് നിൽക്കുന്ന ആ അണിയിലോട്ട്, സഹോദരന്മാരെ അണിയിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധസന്നദ്ധരായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ സൈഡിലോട്ട് പോയി, അങ്ങോട്ട് പോയി. ആരെ നോക്കാൻ വേണ്ടിയിട്ട്? ഈ സഹോദരന്മാരോട് കുശലാന്വേഷിക്കാനല്ലേ പോയെ. അപ്പൊ സഹോദരന്മാരെ, നമ്മളാണെങ്കിൽ നമ്മുടെ സഹോദരന്മാർ ദൂരെ ഒരിടത്ത് പോയേക്കുക. അപ്പൊ അവരെ കുറച്ച് ദിവസത്തിന് ശേഷം കാണുമോ? നമ്മൾ എന്ത് ചെയ്യും? ഓടി ചെന്ന് അവരോട് എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കും. അതുപോലെ ദാവീദ് തന്റെ 3 സഹോദരന്മാരെ കണ്ടപ്പം പെട്ടെന്ന് ചെന്ന് സഹോദരന്മാരോട് കുശലമൊക്കെ അന്വേഷിക്കുക. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ആ ഇസ്രായേൽ മക്കൾക്കെതിരെ, ആ ഇസ്രായേൽ സൈന്യത്തിനെതിരായിട്ട് ഒരാൾ അവിടെ നിൽക്കുക. ആരാണെന്നറിയാമോ? ഗത്യനായ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു ഫെലിസ്ത്യ മല്ലൻ അവിടെ അവർക്ക് നേരെ കയറി വരുന്നത് ആര് കണ്ടു? ഇസ്രായേൽ മക്കളെല്ലാം കണ്ടു. മല്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഹൈറ്റും വെയിറ്റും, ഒരു യുദ്ധത്തിന് വീരനായിട്ടുള്ള ഒരു യോദ്ധാവ് ഇവർക്കെതിരെ കയറി വരുന്നത് ആര് കണ്ടു? ഇസ്രായേൽ മക്കളെല്ലാം കണ്ടു. ഇദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്കും ഇസ്രായേൽ മക്കളെല്ലാം അങ്ങ് പേടിച്ചിട്ട് അവര് ഭയപ്പെട്ട് ഓടാൻ തുടങ്ങി കേട്ടോ. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇസ്രായേലൊക്കെ ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ആരാ? ഗത്യനായ ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ഇസ്രായേൽ മക്കൾ പറഞ്ഞു, എന്താണെന്നറിയാമോ?
നീ ഈ വന്ന് നിൽക്കുന്ന ഇവനെ കണ്ടോ? നോക്കിക്കേ, അവനെ നോക്കുമ്പോ ഉണ്ടല്ലോ അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. എന്നിട്ട് അവര് വിവരിച്ചു തുടങ്ങുക, ഈ ഗോലിയാത്തിനെ കൊന്നാൽ, ഈ ഗത്യനായ ഈ ഫെലിസ്ത്യ മലനെ കൊന്നാല് രാജാവ് കുറെ ഓഫറുകൾ വെച്ചിട്ടുണ്ട്. ആ ഓഫറുകളൊക്കെ ഇസ്രായേൽ മക്കൾ അവിടെ നിന്ന് പറയാൻ തുടങ്ങും. എന്തൊക്കെ ഓഫർ എന്നറിയാമോ? ഈ ഇസ്രായേലിനെ നിന്ദിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ഈ മല്ലനെ കൊന്നു കഴിഞ്ഞാല് രാജാവ് ആ മനുഷ്യനെ, ആരാണോ കൊല്ലുന്നത്, അവനെ മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അതായത് കരം പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 3 ഓഫേഴ്സ് ഇസ്രായേലിന് ഈ ദാവീദ് കേൾക്കെ അവിടെ നിന്ന് പറയുക. അപ്പൊ ഉടനെ ദാവീദ് ഇത് കേട്ടിട്ട് എന്താ സംഭവിച്ചേ? അതായത് എന്താ സംഭവിക്കുന്നേ? ഈ ഗത്യനായ ഗോലിയാത്ത് കയറി വന്നപ്പോ ഇസ്രായേൽ മക്കള് എല്ലാരും പേടിച്ചോടി. ഇപ്പൊ ഇസ്രായേൽ മക്കൾ പറയുക, ഈ ഫിലിസ്തീനായ ഗോലിയാത്തിനെ കൊന്നു കഴിഞ്ഞാല് തന്റെ രാജാവ് എന്തോന്നറിയാമോ? ഒത്തിരി സമ്പത്ത്, അവനെ മഹാസമ്പന്നനാക്കും. രാജാവിന്റെ, അവിടുത്തെ രാജാവായ ശൗലിന്റെ മകളെ കൊടുക്കും. പിന്നെയോ ആരാണോ തോൽപ്പിക്കുന്നത് അവന് പിന്നെ കര അടയ്ക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ രാജാവ് കൽപ്പിച്ചിട്ടുള്ള ഓഫേഴ്സ് ഒക്കെ ഇവിടെ നിന്ന് ഇസ്രായേലിന് പറയുക. ഇത് കേട്ടപ്പോഴത്തേന് ദാവീദ് എന്തു ചെയ്യുന്നറിയാമോ? ദാവീദ് ഉടനെ അവരോട് ചോദിക്കുക, ഈ ഫെലിസ്തനെ കൊന്നിട്ട് ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളഞ്ഞാൽ രാജാവ് എന്തോ കൊടുക്കും? ഇസ്രായേലിനോട് ചോദിക്കും. ഇത് കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഇത് കേട്ടോണ്ട് ആര് നിൽക്കുക? ദാവീദിന്റെ സഹോദരൻ അവിടെ നിൽക്കുക. ദാവീദിന്റെ സഹോദരൻ, മൂത്ത ജ്യേഷ്ഠനായ ഏലിയാവ് ദാവീദിന്റെ ഈ വർത്തമാനം കേട്ടു. ഏലിയാവ് ഉടനെ എന്തോ ചെയ്യുന്നറിയുമോ? ഈ ദാവീദിനോട് പറയും, നീ മിണ്ടാതിരിക്കും, നീ എന്തിനാ ഇവിടെ വന്നേ? നീ ഒരു ഇടയ ചെറുക്കനാ, നീ ഞങ്ങൾക്ക് ആഹാരം കൊണ്ടുതരാൻ വന്നതാ, നീ ഞങ്ങളുടെ കുശൽ അന്വേഷിക്കാൻ വന്നേ, എന്നാൽ നീ ഇപ്പൊ എന്തുവാ ചോദിക്കുന്നേ? ഇവനെ, ഈ ഇസ്രായേലിൽ നിന്ന് ഈ നിന്നെ നീക്കിക്കളഞ്ഞ രാജാവ് എന്തോ കൊടുക്കുമെന്നാ നീ ചോദിക്കുന്നത്? ഉടനെ ദാവീദിനെ ഉണ്ടല്ലോ അവരങ്ങ് ശകാരിക്കാൻ തുടങ്ങി. ശകാരിച്ച് മിണ്ടാതിരിക്കാൻ അവനോട് പറയുക. അപ്പോഴുണ്ടല്ലോ, നിനക്ക് ആകെയുള്ളത് മരുഭൂമിയിൽ കുറെ ആടാ, നിനക്ക് എക്സ്പീരിയൻസ് ഉള്ളത് എന്തിലാത്ത? ആടുകളെ മേയിച്ച. നീ ആടുകളെ മേയിച്ചാ മതി. നിന്റെ അഹങ്കാരവും നിന്റെ നികളഭാവവും ഒക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ, ഞങ്ങളുണ്ട് ഇവിടെ യുദ്ധം ചെയ്യാനുണ്ട്. ആര് പറഞ്ഞു? ദാവീദിന്റെ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു. അപ്പൊ എന്തോ ചെയ്തു ദാവീദ്? ഇളയ സഹോദരനല്ലേ ദാവീദ്? വീണ്ടും മിണ്ടാതിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പം ദാവീദ് വീണ്ടും അവിടെ നിന്ന് മാറി വേറൊരു ഇസ്രായേലിനോട് ഈ സെയിം കാര്യം, ഇതേ കാര്യം ചോദിക്കാൻ തുടങ്ങി. എന്താ ആ കാര്യം? ഞാൻ കൊന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഈ നിന്നയെ നീക്കിക്കളഞ്ഞാൽ രാജാവ് എന്തു തരും, അല്ലെങ്കിൽ എന്തു കൊടുക്കും? വീണ്ടും ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേനുണ്ടല്ലോ ഈ ദാവീദിന്റെ ഈ ചോദ്യം അങ്ങ് പരസ്യമായി പലരും കേട്ടു. ഇത് ആരുടെ ചെവിയിലെത്തി എന്നറിയാമോ? ഇസ്രായേലിലെ രാജാവായ ശൗലിന്റെ ചെവിയിലെത്തി. ശൗൽ എന്തോ ചെയ്തു? ഇത് കേട്ടാറെ ദാവീദിനെ വിളിച്ചു. ദാവീദിനെ വിളിച്ചേച്ച് ചോദിച്ചു, ദാവീദിനോട് ചോദിക്കുക. ശൗല് അവിടെ വെച്ച് ചോദിച്ചു തുടങ്ങുക, വർത്താനം ചെയ്യുക. എന്താണെന്നറിയാമോ? ഈ ഇപ്പൊ പറയുക, നീ ചോദിച്ചതൊക്കെ ഞാൻ കേട്ടു, ഇതൊക്കെ എന്റെ ചെവിയിലെത്തി. എന്നാൽ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ, ഈ ഫെലിസ്തീനോട് യുദ്ധം ചെയ്യാനുണ്ടല്ലോ നിനക്ക് പ്രാപ്തിയില്ല. നീ കേവലം ഒരു ബാലനാ. എന്നാലോ അവൻ നിനക്കെതിരെ കയറി വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്കെതിരെ കയറി വന്നിരിക്കുന്ന അവൻ ആരാന്നറിയാമോ? ബാല്യം മുതലേ യോദ്ധാവ്, അതായത് യുദ്ധമുറകളും യുദ്ധാഭ്യാസം ഒക്കെ നന്നായിട്ട് അഭ്യസിച്ച ഒരു യോദ്ധാവാണ് അവൻ. എന്നാൽ നീയോ കേവലം ഒരു ബാലന. പക്ഷെ നിനക്ക് പ്രാപ്തിയില്ല അവനോട് യുദ്ധം ചെയ്യാൻ. ശൗൽ അവനെ നിരുത്സാഹപ്പെടുത്തുക. പക്ഷെ ഉണ്ടല്ലോ, അപ്പോഴാണ് ദാവീദ് കുറച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. വളരെ വളരെ രസകരമായ ചില കാര്യങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് ദാവീദ് പറയാൻ തുടങ്ങി. ദാവീദിന് ആകെ എക്സ്പീരിയൻസ് എവിടെ ഉള്ളത്? ആടുകളെ മേയിച്ച്, അല്ലെ? ദാവീദ് കയറാത്ത മലകളില്ല, ദാവീദ് കണ്ടിട്ടില്ലാത്ത മൃഗങ്ങളില്ല, അല്ലെങ്കിൽ മൃഗങ്ങളുമായിട്ടും താഴ്വരകളായിട്ടും അല്ലെങ്കിൽ പർവ്വതങ്ങളുമായിട്ടും അവിടെയുള്ള ആടുകളുമായിട്ടൊക്കെ ദാവീദിന് എന്തുണ്ടെന്നറിയാമോ? നല്ല പരിചയമുണ്ട്. അവരെയൊക്കെ വളർത്തിയിട്ടുണ്ട്, അവർക്ക് ആഹാരം കൊടുത്തിട്ടുണ്ട്, അവരെ കറക്റ്റ് സമയത്ത് കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെ? അങ്ങനെ ഒത്തിരി പരിചയം ദാവീദിനുണ്ട്. ദാവീദിന് ആകെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ദാവീദ് എന്തോ ചെയ്യുന്നറിയാമോ? ദാവീദ് ശൗലിനോട് അങ്ങ് പറയാൻ തുടങ്ങി, ശൗലെ, രാജാവെ കേൾക്കണോ? ഞാനൊരു കാര്യം പറയട്ടെ. ഒരിക്കലുണ്ടല്ലോ എന്റെ അപ്പന്റെ ആടുകളെ ഞാൻ മേയിച്ചുകൊണ്ട് നടന്ന സമയത്ത് ഒരു കരടിയും ഒരു സിംഹവും എന്റെ ആടിനെ പിടിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ എന്തോ ചെയ്യുന്നറിയാമോ? ഞാൻ ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അങ്ങോട്ട് കയറി ചെന്നിട്ട് ഞാൻ എന്തോ ചെയ്യുന്നറിയാമോ? ആ ആടിനെ ഉണ്ടല്ലോ അതിന്റെ വായിൽ നിന്ന്, അതിനെ കടിച്ച് കീറി കൊല്ലാൻ വന്ന കരടിയുടെയും സിംഹത്തിന്റെയും വായിൽ നിന്ന് ഞാൻ ആ കുഞ്ഞാടിനെ ഇങ്ങ് വിടുവിച്ചെടുത്തു. അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത ആ വലിയ സാഹസ പ്രവൃത്തിയെ വലിയ കാര്യമായിട്ട് ശൗൽ രാജാവിനോട് പറയുക. ശൗൽ അത് കേട്ടു. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് തീർന്നില്ല. എന്നിട്ടോ
വീണ്ടും ഉണ്ടല്ലോ, അതിന്റെ വായിൽ നിന്ന് ഞാൻ ആട്ടിൻകുട്ടിയെ വിടുവിക്കുക മാത്രമല്ല ചെയ്തത്, ഞാൻ ആ കരടിയെ, സിംഹത്തിനെ പിന്തുടർന്ന് പിടിച്ചിട്ട് ഞാൻ എന്തോ ചെയ്യുന്നറിയാമോ, ഞാൻ അതിനെ താടിക്കടിച്ചു കൊന്നു. ആര് പറയുക? ശൗലിനോട് ഈ ദാവീദ്, ഈ ചെറിയ ബാലനായ ദാവീദ് പറയുക, ഞാൻ ആട്ടിൻകുട്ടിയെ വിടുവിച്ചു, എന്നിട്ടോ ആ ആട്ടിൻകുട്ടിയെ കൊല്ലാൻ വന്ന ദുഷ്ട മൃഗത്തെ ഞാൻ വിടുവിച്ചു. ഇത് വലിയ കാര്യമായിട്ട് ശൗൽ രാജാവിനോട് ദാവീദ് പറയുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നാല് ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഗോലിയാത്ത് എന്തുവാ ചെയ്തെന്നറിയാമോ? ജീവനുള്ള ദൈവത്തെ നിന്ദിക്കാൻ വേണ്ടി, ഇസ്രായേൽ സൈന്യത്തെ മുഴുവനും നിന്ദിക്കാൻ വേണ്ടി ഇവിടെ കയറി വന്നേക്കുക. എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് രാജാവേ, ദാവീദിന് ഒരു കാര്യം ഉറപ്പായിരുന്നു. എന്താണെന്നറിയാമോ? ദാവീദിന് മറ്റു പരിചയമൊന്നുമില്ല. കൈക്ക് ഇവിടെ യുദ്ധത്തിന് പോയിട്ടോ, യുദ്ധത്തിന്റെ പടച്ചട്ട ഇട്ടോ, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യാസമോ, കൈവിരലുകൾക്കുള്ള അഭ്യാസമോ, അല്ലെങ്കിൽ അത്രയും വണ്ണമോ പൊക്കമോ ഒന്നും ദാവീദിനില്ല. ഒരു ക്വാളിഫിക്കേഷനും, ആ മിലിറ്ററി ഫോഴ്സിൽ കയറാനുള്ള ഒരു ക്വാളിഫിക്കേഷനും ആർക്കില്ല, ദാവീദിനില്ല. എന്നാൽ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്. ആ ഉറപ്പ് അങ്ങ് ദാവീദ് ആരോട് പറയുക? ശൗൽ രാജാവിനോട് പറയുക. എന്തെന്നറിയാമോ? ഞാന് സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച ഒരു യഹോവയുണ്ട്. അന്ന് അവരെ ഞാൻ ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. ആട്ടിൻകുട്ടിയെ വിടുവിച്ചതിന് ശേഷം വീണ്ടും കയറി വന്ന ആ സിംഹത്തെ, കരടിയെ ഞാൻ അതിനെ പിന്തുടർന്നു പോയി പിടിച്ചു, അടിച്ചു കൊന്നു. എന്റെ കൈകളെ അഭ്യസിപ്പിച്ച, അല്ലെങ്കിൽ അതിനെന്നെ ഏബിളാക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് അവനെതിരെ കയറി ചെല്ലും. എന്നിട്ട് അവന്റെ ഉറപ്പെന്താണെന്നറിയാം? അവരുടെ കയ്യിൽ നിന്ന്, ആ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ദാവീദ് ആരോട് പറഞ്ഞെന്നറിയാമോ? ശൗലിനോട് പറഞ്ഞു. നമ്മൾ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ പറയാം. ശൗൽ ഇത് കേട്ട് ഇംപ്രസ് ആയി കാണും, അല്ലെങ്കിൽ ഇവൻ ഒരു ചാൻസ് കൊടുക്കാം എന്ന് ശൗൽ വിചാരിച്ചു കാണും, അല്ലെങ്കിൽ അവന്റെ ആ ഒരു വിശ്വാസത്തെ ശൗൽ കണ്ടു കാണും. ശൗൽ ഉടനെ എന്തോ ചെയ്യുന്നറിയാമോ? ശൗൽ ദാവീദിനോട് പറഞ്ഞു, നീ ചെല്ല, നിന്നോടുകൂടെ ആരിയ്ക്കും? നീ പറഞ്ഞ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ദാവീദിനെ യുദ്ധത്തിന് വേണ്ടി കയറ്റി വിടുക. ഒന്ന് ചിന്തിച്ചേ, ആട്ടിടയനായ ദാവീദ്, സഹോദരന്മാരുടെ കുശലം അന്വേഷിക്കാൻ വേണ്ടി വന്ന ദാവീദ്, സഹോദരന്മാർക്ക് ആഹാരമായിട്ട് കയറി വന്ന ദാവീദ് എന്തുവാ ചെയ്യുന്നേ? ദാവീദ് യുദ്ധത്തിന് വേണ്ടി കയറി ചെല്ലുക. ശൗൽ അതിന് ഉള്ള എല്ലാ എൻകറേജ്മെന്റും കൊടുത്ത് ദാവീദിനെ പറഞ്ഞു വിടുക. ദാവീദിന് എങ്ങോട്ട് കയറി ചെല്ലുക? അവർക്കെതിരെ, ഇസ്രായേലിനെ നിന്ദിക്കാൻ വേണ്ടി കയറി വന്ന ആ ഗത്യനായ ഫെലിസ്ത്യ മല്ലനെതിരെ ദാവീദ് കയറി ചെല്ലുക. അങ്ങനെ ദാവീദ് കയറി ചെല്ലും. അപ്പൊ നിങ്ങൾക്കറിയാം, യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്തോ വേണം? യുദ്ധം ചെയ്യണമെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സിനെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങൾ ഇന്ത്യൻ പട്ടാളക്കാരെ ഒന്ന് ചിന്തിച്ചേ. അവരുടെ വസ്ത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ ഒരു സോൾജിയറിൻ്റെതായിട്ടുള്ള കുറെ കവചമുണ്ട്, അവർക്ക് ഹെൽമെറ്റ് ഉണ്ട്, അവർക്ക് കൈകൾ ധരിക്കാൻ, അവർക്ക് കാലുകൾക്ക് ധരിക്കാൻ ബൂട്ട്സ് ഉണ്ട്. അങ്ങനെ അവർക്ക് ഈ വെടിയുണ്ടകളൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഡ്രസ്സ് അവർക്കുണ്ട്. പക്ഷെ ഈ ദാവീദിനുണ്ടറിയോ? ദാവീദ് യുദ്ധത്തിന് വന്നാണോ? അല്ല, ദാവീദ് ഒരു ഇടയ ചെറുക്കൻ. അപ്പൊ നമുക്ക് ചിന്തിക്കാം, ഒരു ഇടയ ബാലന്റെ വസ്ത്രമായിരിക്കും അവന്റെ ശരീരത്തിലുള്ളത്. അപ്പൊ ഉടനെ അവിടെയുള്ള ജനം, അവിടെയുള്ള അതിന്റെ ഉള്ള മിലിറ്ററിയുടെ മെയിൻ ആളുകൾ എന്തോ എന്നറിയാമോ? ശൗല് തന്നെ അവിടെ പടയങ്കിയും താമ്ര ശിരസ്ത്രവും ഒക്കെ ശൗല് യുദ്ധം ചെയ്യാൻ നിൽക്കുവല്ലേ. അപ്പൊ ശൗല് തന്നെ പടയങ്കിയും താമ്ര ശിരസ്ത്രവും ഒക്കെ ദാവീദിന് കൊടുക്കുക. പക്ഷെ ദാവീദ് അത് ശീലമില്ലായിരുന്നു. ദാവീദ് അതൊക്കെ മാറ്റിയിട്ട് ദാവീദ് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ധൈര്യത്തോടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ച് അവൻ പറഞ്ഞ ആ കോൺഫിഡൻസോടെ യുദ്ധത്തിന് വേണ്ടി കയറി ചെല്ലുക. അങ്ങനെ കയറി ചെല്ലുന്ന അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത്? അപ്പം അവിടെ ദാവീദിനെ ശകാരിച്ച ദാവീദിന്റെ സഹോദരങ്ങൾ അവിടെ കാണും അല്ലെ. അവരുടെ മുമ്പിൽ ദാവീദ് കയറി ചെല്ലുക. അങ്ങനെ കയറി ചെന്നിട്ട് അവൻ എന്താ ചെയ്തെന്നറിയാമോ? അവൻ അങ്ങോട്ട് പോയിട്ട് അവൻ തന്റെ വടിയെടുത്തു. ആ വടി എന്തിനു വേണ്ടിയിട്ടാ? തന്റെ ആടിനെ ഡയറക്റ്റ് ചെയ്യുന്ന ആ വടിയെടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലെടുത്തിട്ട് ഈ ആർക്കെതിരെ കയറിപ്പോകുക? ഈ ഗോലിയാത്തിനെതിരെ കയറിപ്പോകും. ഗോലിയാത്തിനെ കണ്ടപ്പോഴത്തേക്ക് ഫിലിസ്ത്യ മല്ലൻ ചിരിക്കാൻ തുടങ്ങി. എങ്ങനെ ചിരിക്കും? അവന്റെ ഒരു കൈവിരലിന് പോലും ഒരു പകുതി വലിപ്പം പോലും ഇല്ലാത്ത ദാവീദിനെ കണ്ടപ്പോഴത്തേക്കിന് ഗോലിയാത്ത് ചിരിക്കാൻ തുടങ്ങുക. എന്താ ചെയ്യുന്നത്? ഇവൻ കയറി ചെന്നു. എന്താ? ആരുടെ നാമത്തിൽ ഇവൻ കയറി ചെല്ലുന്നേ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇവൻ കയറി ചെന്നു.
എന്നിട്ട് എന്താ പറയുന്നത്? ഗോലിയാത്ത് ഇവനെതിരെ വെല്ലുവിളിച്ചോണ്ട് എന്താ പറയുന്നത്? ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാകുന്നൊക്കെ ഫെലിസ്ത്യൻ ദാവീദിനോട് ഇങ്ങനെ എന്താ പറയുന്നത്, വെല്ലുവിളിച്ചുകൊണ്ട് ഓരോന്ന് പറയുക. നീ എന്റെ കൂടെ. അപ്പൊ ഇവൻ പറയുന്നു വേറൊരു കാര്യമുണ്ട്. ദാവീദെ കണ്ടപ്പോ, ദാവീദിന്റെ ഹൈറ്റ് നോക്കി, ദാവീദിന്റെ ആകെയുള്ള ഒരു അപ്പിയറൻസ് കണ്ടപ്പോൾ, ഒരു രീതിയിലും യുദ്ധം ചെയ്യുവാൻ യോഗ്യതയില്ലാത്ത ദാവീദിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഫെലിസ്ത്യ മല്ലൻ അവരുടെ ദേവന്മാരെയൊക്കെ ചൊല്ലി ദാവീദിനെ ശപിക്കുന്നു. നീ എന്താ, അവന്റെ കയ്യിലൊരു വടിയുണ്ടല്ലോ ആടുകളെ മേയ്ക്കുന്നു, നീ വടിയുമായിട്ട് കയറി വരാൻ ഞാൻ എന്താ നായോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവനെ ഇങ്ങനെ മോക്ക് ചെയ്യുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ഈ ഫെലിസ്ത്യ മല്ലൻ ദാവീദിനെതിരെ പറയുക. പക്ഷെ ദാവീദിനൊന്നും പറയാനില്ല. ദാവീദ് ഒരൊറ്റ കാര്യം പറഞ്ഞു, ശൗലിനോട് പറഞ്ഞു ഒരൊറ്റ കാര്യം. എന്താണെന്നറിയാമോ? നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ആര്? ഫെലിസ്ത്യനോട് പറയുക. എന്നാൽ ഞാൻ വരുന്നത് എന്താണെന്നറിയാമോ? നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ മക്കളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ കയറി വരുന്നു എന്ന് ദാവീദിനുള്ള ഉറച്ച ഉറപ്പോടെ കയറി ചെന്നു. എന്താ ഫെലിസ്ത്യ മല്ലൻ പറഞ്ഞത്? നീ എന്താ, നിന്റെ കയ്യിൽ കുന്തമുണ്ട്, നീ കുന്തവും വേലുമായിട്ട് കയറി വരുന്നത്, എന്നാൽ എന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. പക്ഷെ ആ വടിക്കുപരിയായിട്ട് ഞാൻ കയറി വരുന്നത് എന്തിന്റെ പേരില, എന്തിന്റെ നാമത്തിൽ ഞാൻ കയറി വരുന്ന അറിയാമോ? നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ കയറി വരുന്നു. ഇത് മാത്രമായിരുന്നു ദാവീദിന് പറയാനുള്ള. അവനവനെ ഒത്തിരി കളിയാക്കി. ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് അവനെ വളരെയധികം കളിയാക്കി, വളരെയധികം അവനെ കളിയാക്കുന്നു. ഞാൻ നായോ എന്ന് ചോദിക്കുന്നു. അവനെ പല രീതിയിൽ കളിയാക്കാൻ ശ്രമിച്ചു. പക്ഷേ ദാവീദ് ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ കയറി വരുന്നു. ആരുടെ നാമത്തിൽ? നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കയറി വരുന്നു, നാമത്തിൽ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം സംഭവിച്ചൊക്കെ നമുക്കറിയാം. ദാവീദ് ആ ഒരൊറ്റ കല്ലെടുത്തിട്ട് ആ നെറ്റിയിൽ തന്നെ ഗോലിയാത്തിന്റെ നെറ്റിയിൽ അത് പതിക്കുകയും ഗോലിയാത്ത് അവിടെ നിലം പരിചായി താഴെ വീഴുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്കറിയാം. അപ്പോ ഇതാണ് ദാവീദിന്റെ ഒരു ചരിത്രം. അപ്പൊ അവിടെ തുടങ്ങിയിട്ടും ദാവീദ് ഇതുവരെ രാജാവായി തീർന്നിട്ടില്ല. ഇനിയാണ് ബാക്കി നമ്മുടെ ഈ പ്രധാന പാഠത്തിന്റെ പ്രമേയമായ ദയ കാണിച്ച രാജാവ് എന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനെ ദാവീദ് എന്ത് ചെയ്തു? ഗോലിയാത്തിനെ തകർത്തു. അപ്പൊ ദാവീദിനെ സംബന്ധിച്ചപ്പോ ദാവീദ് അവിടെ ഒരു സ്റ്റാർ ആയി മാറി, അല്ലെ? അവിടെ ഇസ്രായേലില് ഇത്രയും വലിയ യുദ്ധ സേവകന്മാരുണ്ടായിരുന്നു, യുദ്ധ പടയാളികൾ ഉണ്ടായിരുന്നു. ആർക്കും പറ്റാത്ത കാര്യം ആർക്ക് സാധ്യമായി? ദാവീദിന് സാധ്യമായി. അപ്പൊ ദാവീദ് എന്തായിരുന്നു ആദ്യം തൊട്ടേ ചോദിച്ചുകൊണ്ടിരുന്നത്? ഇസ്രായേലിനെ നിന്ദിച്ചിട്ടുള്ള ഇങ്ങനെ കൊന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതായിരുന്നു ദാവീദിന്റെ മനസ്സിലുള്ളത്, അല്ലെ? അപ്പൊ ദാവീദ് ഇപ്പൊ അവിടെ ചുരുക്കത്തിൽ ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഇരിക്കെ ദാവീദ് ഫിലിസ്തീനെ കൊന്ന് ദാവീദ് തിരിച്ച് കയറി വരുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ നിൽക്കുന്ന ഫിലിസ്തീനെ എല്ലാം ദാവീദ് വെട്ടിക്കളഞ്ഞ് കൊല്ലുന്ന ഒരവസ്ഥ. അങ്ങനെ ഇരിക്കെ ദാവീദിനെ പറ്റിയുള്ള വാർത്ത ശൗല് തന്റെ സേനാധിപതിനോട് ചോദിക്കുന്നുണ്ട്. സേനാധിപതിയായ അബ്നേരിനോട് ചോദിക്കുന്നുണ്ട്, ആരാ ആ പയ്യൻ, ആ കൊച്ചു ബാലൻ ഏതാ? അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഗോലിയാത്തിനെ തകർത്ത ആ ബാലൻ ഏതാന്നുള്ള വിവരം ശൗൽ ആരോട് ചോദിക്കുന്നു? തന്റെ സേനാധിപതിയോട് ചോദിക്കും. അങ്ങനെ പറഞ്ഞു, ആരുടെ മകനാ? ഇശായിയുടെ മകനായ ബേത്ലഹേമ്യനായ ഇശായിയുടെ മകനായ ദാവീദാണ് ഇവൻ എന്നുള്ളൊരു വിവരം ആർക്ക് കയ്യിലെത്തി? ശൗലിന്റെ ചെവിയിലെത്തി. അങ്ങനെ ശൗലും ദാവീദുമായിട്ടൊരു ബന്ധം അവിടെ ഉടലെടുക്കുകയാണ്, അല്ലെ? പിന്നെ ശൗല് ഒത്തിരി പറഞ്ഞേക്കുന്ന കുറെ ഓഫറുകൾക്ക് ദാവീദ് അതിനൊക്കെ ബാധ്യസ്ഥനായി തീരുക. അതൊക്കെ വാങ്ങിക്കാൻ പ്രാപ്തനായി ദാവീദ് ഇപ്പൊ തീർന്നിരിക്കുക. അങ്ങനെ ശൗലും ദാവീദുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ശൗലിനൊരു മകൻ ഉണ്ടായിരുന്നു. ആ മകന്റെ പേരാണ് യോനാഥാൻ. അപ്പൊ ആ യോനാഥാന് ഈ ശൗലും ദാവീദും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യോനാഥാന് ഒരു അടുപ്പം ആരോടുണ്ടായെന്നറിയാമോ? ഈ ദാവീദിനോടുണ്ടായി. അങ്ങനെ ദാവീദും യോനാഥാനും തമ്മിൽ നല്ലൊരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. എന്നാൽ അവിടെയും കൊണ്ട് കാര്യം നിൽക്കുന്നില്ല. അങ്ങനെ ദാവീദും ശൗലും ഒക്കെ എല്ലാ ജനങ്ങളും കയറി വരുക. ദാവീദിന്റെ കയ്യിൽ ഒരു ഫെലിസ്ത്യ മല്ലന്റെ തലയൊക്കെ ഉണ്ട്. ആ തലയൊക്കെ പിടിച്ചുകൊണ്ട് ദാവീദ് കയറി വരുക കേട്ടോ. കയറി വരുന്ന അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അവിടെ നിൽക്കുന്ന ഇസ്രായേലിയ സ്ത്രീകൾ ഒരു കാര്യം പറഞ്ഞു. ഒരു പ്രതിഗാനമായിട്ട് അവരൊരു കാര്യം പറഞ്ഞു. ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഇത് കേട്ടപ്പോൾ ശൗലിന് വളരെ കോപിഷ്ഠനായി തീർന്നു, അല്ലെങ്കിൽ അവൻ അനിഷ്ടമായി തോന്നി. എന്താ, ഞാനല്ലേ രാജാവ്, ഞാനാ ഇസ്രായേലിലെ 1ാമത്തെ രാജാവ്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിലെ സ്ത്രീകൾ ആരെയാ വാഴ്ത്തുന്നത്? എനിക്ക് പകരം എന്നെ വാഴ്ത്തേണ്ട സ്ഥാനത്ത് ആരെ വാഴ്ത്തുന്നു? ദാവീദിനെ വാഴ്ത്തുന്നു. എന്താ വാഴ്ത്തുന്നത്? ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു.
ഇത് കേട്ടപ്പോൾ തന്നെ ശൗലിന് ദാവീദുമായിട്ട് ഒരു അനിഷ്ടം സംഭവിക്കും. ദാവീദിനെ എങ്ങനെങ്കിലും കൊന്നു കളയണം എന്നൊരു ചിന്താഗതി ശൗലിനായി. അങ്ങനെ ശൗല് ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടക്കുക. എന്നാൽ ആ സമയത്ത് ശൗലിന്റെ കൊട്ടാരത്തിൽ ദാവീദ് വരികയും പല ഉത്തരവാദിത്തങ്ങളിൽ ആരേറ്റെടുത്തു? ദാവീദ് ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ശൗലിന്റെ അകത്തുള്ള ഒരു മോട്ടീവ് എങ്ങനെങ്കിലും ദാവീദിനെ കൊന്നുകളയണം. അങ്ങനെ പക്ഷെ ആ സമയത്ത് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ശൗലിന്റെ മകനായ യോനാഥാനും ദാവീദും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുക. അങ്ങനെ സ്ഥാപിച്ച് അവർ വളരെ നല്ല അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം പ്രാണനെ പോലെ യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചെന്നാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. അങ്ങനെ ശൗല് പല സാഹചര്യങ്ങളുണ്ട്. ദാവീദിനെ കൊല്ലാൻ വേണ്ടി ശൗല് കുന്തമായിട്ട് വരുന്നു. പല തവണ ശൗലിനെ കൊല്ലാൻ വേണ്ടി ദാവീദിനെ കൊല്ലാൻ വേണ്ടി ശൗല് പല അവസ്ഥകളിലൂടെ ദാവീദ് കടന്നു പോകുന്നുണ്ട്. അപ്പോഴെല്ലാം ദാവീദിന്റെ കയ്യിലൊരിക്കൽ കിന്നരം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ശൗല് കയറി വന്നു. അപ്പോഴും അവന്റെ ഉള്ളിലുള്ള കോൺഫിഡൻസ് പോലെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒക്കെയും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ദാവീദിനെ യേശു വിടുവിച്ചു, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദൈവം വിടുവിച്ചു എന്ന് നമുക്ക് കാണാനായി കഴിയും. അവിടെയും നിന്നില്ല കഥ. ഇനി നമ്മൾ വരിക ഇങ്ങനെ വന്ന് പക്ഷെ അപ്പോഴെല്ലാം യോനാഥാൻ ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു. ഇവൻ എന്നെങ്കിലും ഇസ്രായേലിന്റെ രാജാവായി തീരുമെന്നൊരു ഉറപ്പ് യോനാഥാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫെലിസ്ത്യരും ഇസ്രായേലിനും തമ്മിൽ വീണ്ടും യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ ശൗലും യോനാഥാനും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ ആ കൊല്ലപ്പെടുന്നതിന് മുമ്പ് യോനാഥാനും ദാവീദും തമ്മിൽ ഒരു വലിയ സംഭാഷണം നടക്കുന്നുണ്ട്. ആ സംഭാഷണമാണ് നമ്മുടെ ഇന്നത്തെ പാഠത്തിന്റെ പ്രമേയം. എന്താ? ഇസ്രായേലിനും ഫെലിസ്ത്യരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ശൗലിന്റെ മകനായ യോനാഥാനും കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ദാവീദും യോനാഥാനും തമ്മിൽ ഒരു സംഭാഷണം. ആ സംഭാഷണമാണ് നമ്മുടെ പാഠത്തിന്റെ പ്രമേയം. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോ ഇവര് എന്നെങ്കിലും ദാവീദ് രാജാവാകുമെന്ന് യോനാഥാൻ ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പല അനുഭവങ്ങളിലൂടെ ദാവീദ് കടന്നു പോകേണ്ടി വന്നു. മരണകരമായ പല അനുഭവങ്ങൾ. ദാവീദ് പല സ്ഥലങ്ങളിൽ നിന്ന് ഓടിപ്പോയി, പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി പലയിടത്ത് അഭയം പ്രാപിക്കുന്ന ഒക്കെ നമുക്ക് കാണാനായി കഴിയുന്നു. അപ്പൊ യോനാഥാൻ അറിയാം തന്റെ അപ്പനായ ശൗല് ദാവീദിനെ കൊല്ലാൻ നടക്കും. പക്ഷെ യോനാഥാന്റെ ഹൃദയത്തിൽ വളരെ വേദന ഉണ്ടായിട്ട് ദാവീദിനെ പല സ്ഥലങ്ങളിൽ രഹസ്യമായി സംരക്ഷിക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു അറിയാമോ? യോനാഥാൻ ഉണ്ടായി. എന്താ? യോനാഥാൻ പ്രാണസ്നേഹിതനെ പോലെ, സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിച്ചു. അങ്ങനെ ഇനി നമുക്ക് ആ സംഭാഷണത്തിലേക്ക് കടക്കാം. ആര് തമ്മിലുള്ള? ദാവീദും യോനാഥാനും തമ്മിലുള്ള സംഭാഷണം എന്താണെന്നറിയാമോ? അവർ പറയുക, എന്റെ അപ്പന്റെ ഭാവമെങ്കിൽ എന്നാൽ നിന്നോട് ദോഷം ചെയ്യുവാനാകുന്നു എന്റെ അപ്പന്റെ ഭാവമെങ്കിൽ ഞാൻ അത് നിന്നെ അറിയിച്ച് നീ സമാധാനത്തോടെ പോകേണ്ടതിന് നിന്നെ പറഞ്ഞയക്കാതിരുന്നാൽ യഹോവ യോനാഥാനോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. യഹോവ എന്റെ അപ്പനോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കുമാറാകട്ടെ. ഞാൻ ഇനി ജീവനോടെ ഇരിക്കുകയാകുന്നുവെങ്കിൽ ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ നീ കാണിക്കേണ്ടത് എന്നോട് മാത്രമല്ല എന്റെ ഗ്രഹത്തോടും നിന്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. ഞാൻ ആ വാക്യം വായിച്ചതേ ഉള്ളൂ. ഞാൻ ചുരുക്കത്തിൽ നിങ്ങളോട് പറയാം എന്തോ കാര്യമെന്ന്. യോനാഥാനും ദാവീദും തമ്മിൽ സംസാരിക്കുക. എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ എന്തെങ്കിലും മരിച്ചു പോകും, എന്റെ അപ്പനായ ശൗലും ഏതെങ്കിലും ഒരു യുദ്ധത്തിന്റെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ രണ്ടുപേരും മരിച്ചു. എന്നാൽ അടുത്ത രാജാവായി തീരുന്നത് നീയാണ് ഇവിടെ രാജസ്ഥാനത്തേക്ക് യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി. ദാവീദായ നീയ. അപ്പം നീ രാജാവായിട്ട് വരുമ്പോ നീ എന്നോടൊരു സഖ്യത ചെയ്യണം, ഒരു ഉടമ്പടി എന്നോട് ചെയ്യണം. എന്താണെന്നറിയാമോ? നീ രാജസ്ഥാനത്തേക്ക് വരുമ്പോ എന്നെയും എന്റെ കുടുംബത്തിലുള്ളവരെയും നീ നോക്കും, അല്ലെങ്കിൽ അതാ ചുരുക്കത്തിൽ പറയുന്നേ, നീ അവരോട് നീ ദയ കാണിക്കണം. എന്റെ കുടുംബത്തിലുള്ളവരോട്, അതായത് ഞാൻ ജീവനോടെ ഇരിക്കാതെ വണ്ണം ഞാൻ മരിച്ചു പോയാലും എന്റെ ഗ്രഹത്തോട് നിന്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. ഇതാര് പറയുക? യോനാഥാന് ദാവീദിനോട് പറയുക. ദാവീദ് അവിടെ വെച്ച് യോനാഥാനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുക. എന്താണെന്നറിയാമോ? നീ മരിച്ചു പോയാലും, നീ യുദ്ധത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും നിന്റെ ഗ്രഹത്തോട് എനിക്കൊരു സഖ്യതയുണ്ടാകും. നിന്റെ ഗ്രഹത്തോടുള്ള ദയ എന്റെ ഹൃദയത്തിൽ നിന്ന് അറ്റുപോകയില്ലെന്ന് ദാവീദ് ആരോട് പറയുക? യോനാഥാനോട് പറയുക. അതിനുശേഷമാണ് ഒരു യുദ്ധത്തിൽ വെച്ച് ശൗലും തന്റെ മകനായ യോനാഥാനും മരിച്ചത്. അങ്ങനെ മരിച്ച് കുറെ വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ഒരുപാട് യുദ്ധങ്ങൾ ഇസ്രായേലിൽ നടക്കുന്നു, ഫെലിസ്ത്യരുമായിട്ട് ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യസ്ഥാനത്തേക്ക് ദാവീദ് രാജസ്ഥാനം ഉറയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഉറച്ചിരിക്കുന്ന അവസ്ഥയിൽ ദാവീദ് എന്താ ചെയ്യുന്നറിയാമോ? ദാവീദ് തന്റെ പിന്നിട്ട നാളുകളെ ഓർക്കാൻ തുടങ്ങി.
ദാവീദ് എങ്ങനെയാണ് രാജസ്ഥാനത്തേക്ക് എത്തിയത്, ദാവീദ് രാജസ്ഥാനത്തേക്ക് വരാനുള്ള കാരണക്കാരൻ ആരാണ്, ഏത് അവസ്ഥയിലൂടെയൊക്കെ താൻ കടന്നുപോയി, തന്നെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തത് ആരാണ് എന്നൊക്കെയുള്ള പഴയ പിന്നിട്ട നാളുകളെ പറ്റി ദാവീദ് ഒന്ന് അയവിറക്കുവാൻ തുടങ്ങി. അപ്പോ ദാവീദ് പെട്ടെന്ന് തന്റെ പ്രാണസ്നേഹിതനായിരുന്ന യോനാഥാനോട് കൊടുത്ത ആ ഒരു ഉടമ്പടി അല്ലെങ്കിൽ ആ ഒരു സഖ്യതയെ പറ്റി ആരോർത്തു? ദാവീദ് ഓർത്തു. ദാവീദ് ഓർത്തിട്ട് ദാവീദ് എന്തായിരുന്നു പറഞ്ഞത് യോനാഥാനോട്? ഞാൻ ഉള്ള കാലത്തോളം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയിരുന്നാലും, യോനാഥാൻ മരിച്ചു പോയിരുന്നാലും യോനാഥാന്റെ ഗ്രഹത്തോട്, സകല ഗ്രഹത്തോടും എനിക്ക് സഖ്യതയുണ്ടാകും എന്ന ഒരു ഉടമ്പടി ദാവീദ് യോനാഥാന് കൊടുത്തിരുന്നു. ആ ഒരു ഉടമ്പടി ആരോർത്തു? ദാവീദ് ഓർത്തു. ദാവീദ് ഇപ്പൊ ഒരു രാജാവല്ലേ, ഇസ്രായേലിലെ ഒരു രാജാവാ. ദാവീദ് ആ ഉടമ്പടി ഓർത്തിട്ട് എന്താ ചെയ്തേന്നറിയാമോ? ആ ഒരു ഉടമ്പടി, അതായത് ഞാൻ ആ ഗ്രഹത്തോട് കരുണ കാണിക്കും, ദയ കാണിക്കും എന്നുള്ള ഉടമ്പടി ഓർത്തിട്ട് ദാവീദ് ചെയ്യുന്ന അവസ്ഥകളാണ്, ദാവീദ് ആ ഗ്രഹത്തോട് കരുണ കാണിക്കുന്ന അവസ്ഥകളാണ് തുടർ ഭാഗങ്ങളിലുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ദാവീദിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് യോനാഥാന്റെ അപ്പനായ ശൗൽ കയറി വന്നത്. ശൗൽ കയറി വന്ന പല രീതിയിൽ ദാവീദിനെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നമ്മളെ മാനുഷികമായി ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവന് ഹാനി വരുത്തുവാൻ ഒരാൾ നോക്കുകയാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അവരോടൊരു എന്താ പറയുക, ഒരു അമർഷം കാണും അല്ലെ? നമ്മളെ അവർ കൊല്ലാൻ വരുന്നു, നമുക്ക് അവരോടൊക്കെ ഒരു ദേഷ്യമായിരിക്കും മാനുഷികമായിട്ട്. എന്നാൽ ദാവീദ് ഇവിടെ എന്താ ചെയ്യുന്നറിയാമോ? തന്റെ കൂട്ടുകാരന് കൊടുത്ത ആ ഒരു നിയമം ദാവീദ് ഓർക്കുക. ദാവീദ് ഓർത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ബാക്കി പഠിക്കാനായി കഴിയുന്നത്. നമുക്ക് അത് കാണാൻ പറ്റുന്നത് 2 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സംഭവങ്ങൾ കാണാനാവുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അതിനിടയ്ക്ക് ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. ഈ ശൗലും യോനാഥാനും ഫെലിസ്ത്യരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടില്ലേ? കൊല്ലപ്പെട്ട അവസ്ഥയില് ദാവീദ് രാജാവായി, അല്ലെങ്കിൽ ദാവീദ് തങ്ങളെ കൊന്നു കളയുമെന്ന് യോനാഥാന്റെ ഭാര്യ ചിന്തിച്ചുകൊണ്ട്, യോനാഥാൻ അന്നൊരു മകൻ ഉണ്ടായിരുന്നു, ആ മകനെ എടുത്തുകൊണ്ട് യോനാഥാന്റെ ഭാര്യ, അതായത് ഈ ഇസ്രായേലിലും ഫെലിസ്ത്യരും തമ്മിൽ യുദ്ധമുണ്ടായി, അല്ലെങ്കിൽ ആ ഏറ്റുമുട്ടലിൽ ഇവര് രണ്ടുപേരും മരിച്ചു. യോനാഥാനും തന്റെ അമ്മായിയപ്പനായ ശൗലും മരിച്ചെന്നൊരു വാർത്ത കേട്ട യോനാഥാന്റെ ഭാര്യ യോനാഥാന്റെ മകനെയും എടുത്തുകൊണ്ട് ഓടുന്ന സമയത്തുണ്ടല്ലോ, തന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞ് താഴെ വീണ് 2 കാലും മുടന്തനായി തീർന്നു. അങ്ങനെ യോനാഥാന്റെ ആ മകന്റെ പേരാ മെഫീബോശേത്ത്. അപ്പോ തന്റെ ധാത്രിയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞ് താഴെ വീണ് 2 കാലും മുടന്തുള്ളവനായി തീർന്നു. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദാവീദ്, അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ദാവീദ് ഈ ഉടമ്പടിയെ പറ്റി ഓർക്കുന്നത്. നമുക്ക് ആ ചരിത്രം നമുക്ക് കാണാനായി കഴിയുന്നത് 2 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കും. അങ്ങനെ ദാവീദ് സകല ഇസ്രായേൽ ഗ്രഹത്തെ വാഴുന്നതും, ദാവീദ് തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തി കൊടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായി കഴിയും. അങ്ങനെ ദാവീദ് യോനാഥാന് കൊടുത്ത ആ ഉടമ്പടി ഓർത്തിട്ട് അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുക, തന്റെ പടനായകന്മാരോട് അല്ലെങ്കിൽ തന്റെ സേവകരോട് ദാവീദ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ യോനാഥാനോട് ഒരു ഉടമ്പടി കൊടുത്തിട്ടുണ്ട്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ പണ്ട് യോനാഥാനോട് ഒരു ഉടമ്പടി കൊടുത്തായിരുന്നു, ഞാനും അവനുമായിട്ടൊരു സഖ്യതയിലുണ്ടായിരുന്നു, അവന്റെ ഗ്രഹത്തോട് ഞാൻ കരുണ കാണിക്കും, ഇന്ന് ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന്, ആരെങ്കിലും ശൗലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യോനാഥാന്റെ കുടുംബത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആര് ചോദിക്കാൻ തുടങ്ങിയെന്നറിയാമോ? ഈ ദാവീദ് ചോദിക്കാൻ തുടങ്ങി. ഇപ്പോ ദാവീദ് ആട്ടിടെ ചെറുക്കനാണോ? അല്ല, ദാവീദ് രാജാവാ. അത് ചോദിച്ചു കേട്ടപ്പോ ഉണ്ടല്ലോ, ശൗലിന്റെ ഗ്രഹത്തിൽ സീബ എന്ന് പറയുന്ന ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. ആ ഭൃത്യനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തിയിട്ട് ദാവീദ് വീണ്ടും ചോദിക്കുക, ശൗലിന്റെ ഗ്രഹത്തിൽ അല്ലെങ്കിൽ യോനാഥാന്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ടോ? എനിക്ക് അവനോട് ദയ കാണിക്കണം, അവരുടെ കുടുംബത്തോട് ദയ കാണിക്കണമെന്ന് ആര് പറഞ്ഞു? ഈ ദാവീദ് രാജാവ് പറഞ്ഞു. അപ്പൊ സീബ എന്ന് പറയുന്ന ആ ഒരു ഭൃത്യൻ എന്തു പറഞ്ഞെന്നറിയാമോ? നീ രാജസ്ഥാനത്തേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ കാല് മുടന്തായി പോയ ഒരു മകൻ യോനാഥാൻ ഉണ്ട്, മെഫീബോശത്ത് എന്ന് പറയുന്ന ഒരു മകൻ ആർക്കുണ്ട്? ഈ യോനാഥാനുണ്ട്. അവൻ ഇന്ന് ഒരു ഭവനത്തിലായിരിക്കുന്നു, അവൻ ജീവനോടുണ്ടെന്ന് പറഞ്ഞു. ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? ദാവീദ് മെഫീബോശത്തിനെ എങ്ങോട്ട് വിളിച്ചു വരുത്തി? കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്താ സംഭവിക്കുന്നറിയോ? ഒന്ന് ചിന്തിച്ചേ. 2 കാലും മുടന്തുള്ള മെഫീബോശത്തിനെ അന്നത്തെ രാജാവായ ദാവീദ് തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അവനോട് പറയുന്ന ഒരു കാര്യം,
ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെ ഞാൻ നിനക്ക് മടക്കി തരുന്നു. ഒന്ന് ചിന്തിച്ചേ, അവന്റെ ഉള്ളില് സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ഉള്ളിൽ ഗ്രഡ്ജസ് ഒക്കെ നിലനിൽക്കണം. എന്താ, പണ്ട് എന്നെ കൊല്ലാൻ വന്ന ഇവന്റെ അപ്പന്റെ അപ്പൻ അല്ലെങ്കിൽ ഇവന്റെ ഗ്രാൻഡ് ഫാദർ, അവന്റെ അപ്പച്ചൻ എന്ന് പറയുന്ന ശൗൽ എന്നെ കൊല്ലാൻ വന്നതാ. എന്നാ ഇന്നെന്താ, അവൻ യോനാഥാനോട് കൊടുത്ത ആ ഉടമ്പടി നിമിത്തം മടക്കി വരുത്തുന്നു. ആരെ? മെഫീബോശെത്തിനെ കൊട്ടാരത്തിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെ ഞാൻ നിനക്ക് മടക്കി തരുക. എന്താ ഇതിന്റെ അടിസ്ഥാനം? ഞാന് നിന്റെ അപ്പനായ യോനാഥാന് കൊടുത്ത ഒരു വാക്കുണ്ട്, ഒരു ഉടമ്പടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ നിലമൊക്കെ നിനക്ക് മടക്കി തരുന്നു. നീ എന്ത് ചെയ്യണം? നീ വിശ്രാം കഴിക്കണം. എന്റെ രാജസന്നിധിയിൽ ഒരു രാജപുത്രനെ പോലെ നീ, രാജകുമാരിൽ ഒരുത്തനെ പോലെ നീ ഇവിടെ വസിക്കണം എന്ന ഒരു പദവി മെഫീബോശത്തിന് കൊടുക്കുക. തീർന്നില്ല, അവിടം കൊണ്ടും തീർന്നില്ല. ഈ രാജകുമാരനെ അല്ലെങ്കിൽ ഈ മെഫീബോശത്തിനെ പറ്റി ദാവീദ് രാജാവിന് അറിവ് കൊടുത്ത സീബ എന്ന് പറഞ്ഞൊരു ഭൃത്യൻ ഉണ്ടായിരുന്നു. ആ ഭൃത്യൻ ശൗലിന്റെ ഒരു ഭൃത്യനായിരുന്നു, ശൗലിന്റെ ഒരു ദാസനായിരുന്നു. ആ ദാസന് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. ആ സീബ എന്ന് പറയുന്ന ആ ഭൃത്യനെ ആർക്ക് കൊടുത്തു? മെഫീബോശെത്ത് എന്ന മെഫീബോശെത്ത് എന്ന യോനാഥാന്റെ മകന് വേണ്ടിയിട്ട് തന്റെ സേവകനായിട്ട് ആ സീബയെ അവൻ അപ്പോയിന്റ് ചെയ്യാണ് ദാവീദ് രാജാവ്. അങ്ങനെ ആ നിലമൊക്കെയും ഉഴുത് ആ നിലത്തിലെ ഫലം ആർക്ക്? തൻ യജമാനനാക്കി മെഫീബോശെത്തിനെ ദാവീദ് രാജാവ് സീബയ്ക്കും അവന്റെ പുത്രന്മാർക്കും അവന്റെ വേലക്കാർക്കും യജമാനനാക്കി വെക്കുകയാണ്. പക്ഷെ മെഫീബോശെത്തിന് ദാവീദ് കൊടുക്കുന്ന ഒരു പദവി, തന്റെ മേശയെങ്കിൽ നിന്ന് എനിക്ക് ഭക്ഷിക്കാം, രാജകുമാരന്മാരെ പോലെ, രാജകുമാരിൽ ഒരുത്തനെ പോലെ ദാവീദിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിപ്പാനുള്ള അധികാരവും അവകാശവും മെഫീബോശെത്തിന് ആര് കൊടുക്കുന്നു? ദാവീദ് കൊടുക്കുന്നു. അങ്ങനെ ദാവീദിന്റെ ആ മെഫീബോശെത്തിന് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു. അവനും എല്ലാവരും ആ കാലഘട്ടത്തില് ഈ രാജകൊട്ടാരത്തിൽ തന്നെ വസിച്ചുകൊണ്ട് രാജാവിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോന്നു. നമ്മൾ ഈ പാഠത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് തന്റെ സ്നേഹിതനായ യോനാഥാന് കൊടുത്ത ആ ഒരു വാഗ്ദത്തം അവൻ ഓർത്തിട്ട് ആ ഭവനത്തെ, ആ ഗ്രഹത്തെ മുഴുവനും, ആ ഗ്രഹത്തോട് അന്ന് കഷ്ടതയിലായിരുന്ന അല്ലെങ്കിൽ മുടന്ത് ഉള്ളവനായിരുന്ന മെഫീബോശെത്തിന്റെ ഗ്രഹത്തോട്, ശൗലിന്റെ ഗ്രഹത്തോട് ദാവീദ് ദയ കാണിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാനുഷികമായിട്ട് അത് പോസിബിൾ അല്ല. എന്നാൽ ദാവീദ് തന്റെ പഴയ കാലങ്ങളെ ഓർത്തു, താൻ നടന്നു വന്ന വഴികളെ ഓർത്തു, താൻ പല സമയത്തും മരണഭീതിയിലായപ്പോഴും മരിക്കാൻ തക്ക കാരണങ്ങൾ ഉണ്ടായപ്പോഴും അതിൽ നിന്നെല്ലാം രക്ഷിച്ച് വിടുവിച്ച് നിർത്തിയ പ്രിയ സ്നേഹിതനോടുള്ള വാഗ്ദത്തം ഓർത്തിട്ട് ആ കുടുംബത്തോട് മുഴുവനും കരുണ കാണിച്ചു. ആ കുടുംബത്തോട് മാത്രമല്ല, ആ കുടുംബവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ക്രിസ്ത്യാനോട് പോലും കരുണ കാണിച്ച് ഒരു അവസ്ഥ നമുക്ക് കാണുവാനായി കഴിയും. നമ്മൾ ഈ പാഠത്തിന്റെ മനപ്പാഠത്തിൽ പഠിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിച്ചെന്താണെന്നറിയാവോ? നമ്മുടെ ഹൃദയത്തിൽ ആ ദാവീദ് രാജാവിനെ പോലെ ഒരു മനസ്സലിവ് ഉണ്ടാകണം. ഒരു കരയുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവും നുറുങ്ങുവാൻ ഇടയാകണം. അല്ലെങ്കിൽ നാമും നമ്മുടെ മനസ്സിൽ മറ്റ് വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ പിണക്കങ്ങളോ ഒന്നും വെച്ചുകൊണ്ടിരിക്കാനല്ല. ശൗലിനെ നോക്കിക്കേ, ശൗല് ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചത്, എന്നാൽ ആ പിണക്കം ഒന്നും മനസ്സിൽ വെൽക്കാതെ അവരുടെ കുടുംബത്തെ മുഴുവനും, ആ കുടുംബത്തോട് മുഴുവനും കരുണ കാണിപ്പാൻ ആര് തയ്യാറായി? ദാവീദ് രാജാവ് തയ്യാറായതുപോലെ നമ്മളും പരസ്പരം സ്നേഹമുള്ളവരായി, ക്ഷമിക്കുന്നവരായി, മനസ്സലിവുള്ളവരായി തീരുവാൻ നമ്മൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠം ഇതാണ്. നമ്മൾ പരസ്പരം ദയയുള്ളവരായി തീരണം, മനസ്സലിവുള്ളവരായി തീരുവാൻ ഈ പാഠഭാഗത്ത് നമ്മളെ ദൈവം സഹായിക്കട്ടെ. നമ്മള് ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തായിരുന്നു? ശൗൽ എന്ന് പറയുന്ന ഇസ്രായേലിലെ 1ാമത്തെ രാജാവായിരുന്നു. ശൗലിന്റെ മകനായിരുന്നു യോനാഥാൻ. യോനാഥാനും ദാവീദും സ്നേഹിതന്മാരായിരുന്നു. യോനാഥാന്റെ മകനായിരുന്നു മെഫീബോശെത്ത്. ഇസ്രായേൽ മക്കളും ഫെലിസ്തരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആര് മരിച്ചുപോയി? ശൗലും മരിച്ചുപോയി, യോനാഥാനും മരിച്ചുപോയി. എന്നാൽ ആ സമയത്ത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ യോനാഥാന്റെ ഭാര്യ യോനാഥാന്റെ മകനെ എടുത്തുകൊണ്ട് ഓടുന്ന വഴിക്ക് കയ്യിൽ നിന്ന് താഴെ വീണ് 2 കാലും മുടന്തുള്ളവനായി തീർന്നു. അപ്പോ ആ കാലഘട്ടം ദാവീദ് രാജാവായി വന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്നത് മെഫീബോശെത്ത് മാത്രമായിരുന്നു. തന്റെ സ്നേഹിതന് കൊടുത്ത ഉടമ്പടി, ആ സഖ്യത അവൻ ഓർത്തിട്ട് ആ ഗ്രഹത്തെ, ശൗലിന്റെ ഗ്രഹത്തെ മൊത്തം, ശൗലിന്റെ നിലമൊക്കെ തിരിച്ചു കൊടുത്ത് ശൗലിന്റെ
ഭൃത്യനോട് വരെ കരുണ കാണിച്ച ആ ദാവീദ് രാജാവിനെ പോലെ നമ്മുടെ ജീവിതം പരസ്പരം ദയയുള്ളവരായി, കരുണയുള്ളവരായി, മനസ്സലിവുള്ളവരായി, മറ്റുള്ളവരുടെ കണ്ണുനീരിൽ, മറ്റുള്ളവരുടെ വേദനയിൽ നമ്മുടെ ഹൃദയം വേദനിപ്പാൻ അപ്രകാരം ആ ഒരു മനസ്സലിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോ നമ്മൾ മനുഷ്യരല്ലേ, നാം സാമൂഹിക ജീവിയല്ലേ. അപ്പോ നമ്മൾക്ക് സമൂഹത്തോടും മനുഷ്യരോടും ഒരുപോലെ പ്രതിബദ്ധത ഉണ്ടാകണം. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ സ്നേഹിക്കാതിരുന്നാൽ ഒരു പ്രയോജനമില്ല. നിങ്ങൾ കാണുന്ന സഹോദരനെ നിങ്ങൾ കണ്ടിട്ട് കാണാത്ത ദൈവത്തെ സ്നേഹിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോ നമ്മുടെ ജീവിതത്തിലെ പിണക്കവും, നമ്മുടെ ജീവിതത്തിലെ വഴക്കും, നമ്മുടെ ജീവിതത്തിലെ ഈ ഈർഷ്യവും എല്ലാം കളഞ്ഞിട്ട് ആ ദൈവ സ്വഭാവമുള്ളവരായി കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ എന്താ പറഞ്ഞേ? നിങ്ങൾ ക്ഷമിക്കുന്നവരായി തീരണം. കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതുപോലെ പരസ്പരം ക്ഷമിക്കുന്നവരായി ഒരു ദയാശീലനായ ദൈവത്തെ നമുക്ക് നോക്കിയിട്ട് ആ ദയയും ആ മനസ്സലിയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മളും ശ്രമിക്കണം. നമുക്കിനി രണ്ടാം പാഠത്തിലേക്ക് കടക്കാം. പാഠം 34. ആ പാഠം നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് പെട്ടെന്ന് തീരുന്ന ഒരു പാഠമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഇസ്രായേലിലെ ഒരു പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താ ഏലിയ പ്രവാചകൻ? നമുക്ക് ആ ചരിത്രം പഠിക്കണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ചരിത്രം കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ചുരുക്കത്തിൽ നിങ്ങൾ സൺഡേ സ്കൂൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ ഞാൻ ഇതിന്റെ സംക്ഷിപ്ത രൂപമാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും, പാഠഭാഗങ്ങൾ വായിക്കുമ്പോൾ. അപ്പൊ ഞാൻ അതിന്റെ ചെറിയ ഒരു ചരിത്ര സംഭവം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എല്ലാവരും ഏലിയാവിന്റെ ചരിത്രത്തിലേക്കാണ് കടക്കുന്നത്. ഇത് ചരിത്രം എന്ന് പറയുന്നത് വെറും കെട്ടുകഥകളല്ല, സംഭവിച്ചിട്ടുള്ള ചരിത്രമാണ്. ഏലിയാവിനെ പറ്റി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു. ഈ പാഠഭാഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായി കഴിയുന്നു. ഇതിന്റെ നമുക്ക് മനപ്പാഠം നൽകപ്പെട്ടിട്ടുള്ളത് സങ്കീർത്തനം 147-ാം അധ്യായം 5-ാം വാക്യം. എന്താണ് ആ വാക്യം എന്നറിയാമോ? ഞാനൊന്ന് വായിക്കാം. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനും ആകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. ആരെ പറ്റിയാ പറയുന്നേ? യേശു അപ്പച്ചനെ പറ്റി. എന്താ പറയുന്നേ? നമ്മുടെ കർത്താവ് വലിയവനാകുന്നു, അവൻ ശക്തിയേറിയവനാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്തേക്ക് ഒന്ന് നോക്കാം. എന്താണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്? ഒന്ന് ചിന്തിച്ചേ. ഇസ്രായേലില് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ആഹാബ് എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. ആഹാബിന്റെ ഭാര്യയായിരുന്നു ഇസബേൽ. ആ സമയത്ത് ഒന്ന് ചിന്തിച്ച്, അവർ ഇസ്രായേലിൽ ജീവിക്കുന്നവരാ, അവർക്ക് ദൈവത്തിന്റെ കുറെ ചട്ടങ്ങളും നിയമങ്ങളും ഉള്ളവരാ. എന്നാല് ഈ ആഹാബ് രാജാവ് എന്താ ചെയ്യുന്നറിയാമോ? ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവം കൊടുത്ത നിയമങ്ങളെയും എല്ലാ ആരാധന ക്രമങ്ങളെയൊക്കെ അങ്ങ് മാറ്റി. അവര് മാറ്റിയിട്ട് അന്യദേവനെ സേവിക്കാൻ തുടങ്ങി. ഏത് ദേവനെ എന്നറിയാമോ? ബാലെന്ന് പറയുന്ന ഒരു അന്യദേവനെ ആര് സേവിക്കാൻ തുടങ്ങി? ആഹാബും ഇസബേലും കൂടെ സേവിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെ കൊണ്ട് തീർന്നില്ല. ഈ ബാലിന്റെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ബാലിന്റെ പ്രവാചകന്മാരായ 450 പ്രവാചകന്മാരെ ഇവര് സംരക്ഷിച്ചു പോന്നു. ആരെന്നറിയാമോ? ഇസബേല്. ഒന്ന് ചിന്തിച്ചേ, ഇസ്രായേലിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവര് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ സേവിക്കുന്നതിന് പകരം ഇസ്രായേലിലെ ആരാധന ക്രമങ്ങളും ഇസ്രായേലിലെ യാഗപീഠവും യാഗവസ്തുക്കളും അവിടുത്തെ എല്ലാ ചട്ടങ്ങളും യഹോവയായ ദൈവം കൊടുത്തിട്ടുള്ള എല്ലാ ന്യായപ്രമാണങ്ങളെയും മറന്നുകൊണ്ട് അന്യദേവനിലേക്ക് തിരിഞ്ഞു. ഏതാ അന്യദൈവം? ബാലെന്ന് പറയുന്ന അന്യദേവനിലേക്ക് തിരിഞ്ഞിട്ട് ബാലിന്റെ 450 പ്രവാചകന്മാരെ അവർ പരിപാലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഒന്ന് ചിന്തിച്ചേ, ഇസ്രായേൽ ജനങ്ങളെ എന്തിനാ വിടുവിച്ചെടുത്തത് കർത്താവ്? എന്തിനാ? തന്നെ ആരാധിപ്പാൻ വേണ്ടി അവരെ വിട്ടയക്കാൻ എന്നാ പറഞ്ഞല്ലേ? ഇപ്പൊ അവർ ആരാധിക്കുന്നുണ്ടോ? ഇല്ല. അവർ ദൈവത്തിന് പകരം, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പകരം അവർ അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തെന്നറിയാമോ? ആ കാലഘട്ടത്തിൽ അവിടേക്ക് നമ്മുടെ യേശു കർത്താവ് ഒരു പ്രവാചകനെ അയക്കുക. ആ കാലഘട്ടത്തിന്റെ ശബ്ദമായിട്ട് ഒരു പ്രവാചകനെ അവിടേക്ക് അയക്കുക. ആരാണെന്നറിയാമോ? തിശ്ബയിൽ നിന്നുള്ള തിശ്ബനായ ഏലിയാവുന്ന ഒരു പ്രവാചകനെ ആ കാലഘട്ടത്തിലേക്ക് ആഹാബിന്റെ അരികിലേക്ക് അയക്കുക. എന്തിനാ ഈ പ്രവാചകൻ വന്നതെന്നറിയാമോ? പ്രവാചകനും ആ രാജ്യത്ത്, ആ ദേശത്ത് കർത്താവ് വരുത്തുവാൻ പോകുന്ന ഒരു അനർത്ഥത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ആ പ്രവാചകനെ അയച്ചത്. അപ്പൊ പ്രവാചകനെ അയച്ചത് അവിടുള്ള പാപത്തെ പറ്റി, അല്ലെങ്കിൽ ആ രാജ്യത്ത് വലിയൊരു അനർത്ഥം സംഭവിക്കാൻ പോകുന്നു എന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകനെ അയച്ചത്. അല്ലാതെ അവിടെയുള്ള നന്മകളെ പറ്റിയോ
ഒന്നുമല്ല. അവരെന്നാ ദൈവ വഴി വിട്ടു പോയി, അല്ലെങ്കിൽ ദൈവഹിതത്തിനനുസരിച്ച് അവർ ദൈവത്തെ ആരാധിക്കുകയോ മഹത്വപ്പെടുത്തുകയോ ദൈവത്തെ കാണുകയോ ദൈവത്തെ അംഗീകരിക്കുകയോ ചെയ്യുവാൻ അവർ കൂട്ടാക്കാതിരുന്നപ്പോൾ യഹോവയായ ദൈവം തന്റെ പ്രവാചകനെ എങ്ങോട്ട് അയച്ചു? ഈ ആഹാബ് ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു റീജിയനിലേക്ക് അയക്കുകയുണ്ടായി. അങ്ങനെ ആഹാബും ഏലിയാവും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലേക്ക് നമ്മുടെ ചെവികളെ ശ്രദ്ധിക്കാം, ചെവികളെ കൂർപ്പിക്കാം. ഒന്ന് ചിന്തിച്ചേ, ഇപ്പൊ ആഹാബും ഏലിയാവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഏലിയാവ് ആഹാബിനോട് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ ഈ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ആരാ ഇത് പറഞ്ഞ്? ഏലിയാവ് ആരോട് പറയുക? ആഹാബിനോട് പറയുക. എന്താ പറഞ്ഞേ? നിങ്ങള് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ കൽപ്പനകളെയും നിയമങ്ങളെയും നിങ്ങൾ പാലിച്ചില്ല, എല്ലാത്തിനും തെറ്റിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടല്ല ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഈ ദേശത്ത് ഉണ്ടാവത്തില്ല എന്ന ഒരു വലിയ അനർത്ഥത്തെ പറ്റി ആരോട് പറഞ്ഞു കൊടുക്കുക? ആഹാബിനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇത് പറഞ്ഞിട്ട് ഏലിയാവ് പോയി. പക്ഷെ അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതാ ദേശത്ത് മുഴുവനും മഞ്ഞില്ല, മഴയില്ല, വിളകളെല്ലാം ഉണങ്ങിപ്പോവും, വെള്ളമെല്ലാം വറ്റിപ്പോവും, തോടുകളെല്ലാം വരണ്ടുപോകും. വലിയൊരു വരൾച്ചയുടെ അവസ്ഥയിലേക്കായിരിക്കും അന്ന് ആ ഒരു ജനങ്ങളെല്ലാം കടന്നുപോയത്. പക്ഷേ ഏലിയാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഏലിയാവിനെ ദൈവം ആണല്ലോ അവിടേക്ക് പറഞ്ഞയച്ചത്. അപ്പം അവിടേക്ക് അയച്ചതിന്റെ പിന്നിൽ കർത്താവിന്റെ കരമായതുകൊണ്ട് കർത്താവ് അവനെ നടത്തി. എങ്ങോട്ട് നടത്തിയെന്നറിയാമോ? അവിടെ ഒരു തോട്ടിനരികിലേക്ക് നടത്തി. യോർദാൻ അരികെയുള്ള കെരീത്ത് എന്ന് പറഞ്ഞ തോട്ടിലേക്ക് ഏലിയാവിനെ നടത്തി. എന്നിട്ട് എന്തെന്നറിയാമോ? ഏലിയാവിനെ ഒളിച്ചു പാർക്കാൻ വേണ്ടി കർത്താവ് അങ്ങോട്ട് നടത്തി. അതായത് അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, ഏലിയാവ് ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അപ്പൊ ആണ്ടിൽ മഞ്ഞുമില്ല, മഴയുമില്ല. അതിന്റെ അർത്ഥം എന്താ? രാജ്യം മുഴുവനും കടുത്ത വരൾച്ചയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ. അപ്പൊ ഏലിയാവ് ആ രാജ്യത്ത് വന്നു. അപ്പൊ ഏലിയാവിനെ പട്ടിണി കിടക്കാൻ ദൈവം സമ്മതിക്കോ? ഇല്ല. ഏലിയാവിനെ എന്ത് ചെയ്യുന്നറിയാമോ? ഏലിയാവിനെ കർത്താവ് യോർദാൻ അരികെയുള്ള കെരീത്ത് തോട്ടിലേക്ക് നടത്തിയും അവിടെ ഏലിയാവിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു പ്രൊവിഷൻ ദൈവം കൽപ്പിക്കുകയും ചെയ്യുക. പ്രത്യേകാല ഏലിയാവിനെ ഒന്ന് കരുതുക. എന്താണെന്നറിയാമോ? രാജ്യം മുഴുവനും പട്ടിണിയിലൂടെ കടന്നുപോയപ്പോഴും രാജ്യം മുഴുവനും വരൾച്ചയിലൂടെ കടന്നുപോയപ്പോഴും ഏലിയാവിന് കെരീത്ത് തോട്ടിൽ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? രാവിലെയും വൈകിട്ടും ഏലിയാവിന് വേണ്ടി അപ്പവും ഇറച്ചിയുമായിട്ട് ഒരു കാകനെ അല്ലെങ്കിൽ ഒരു കാക്കയെ ദൈവം കൽപ്പിച്ചാക്കി. നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ദൈവത്തിന്റെ കരുതലിന് വേണ്ടിയിട്ട്, അല്ലെ? ദൈവത്തിന്റെ പ്രവാചകനായ, ദൈവത്തിന്റെ ശബ്ദമായി ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട ഏലിയാവിന് വേണ്ടിയിട്ട് യഹോവയുടെ കരുതൽ. യഹോവ എന്താ ചെയ്തേ? രാവിലെയും വൈകിട്ടും തന്റെ സൃഷ്ടിയായ കാക്കയെ അയച്ച് രാവിലെയും വൈകിട്ടും ഏലിയാവിന് വേണ്ടി അപ്പവും ഇറച്ചിയും കൊടുക്കുന്നു. എന്നിട്ടോ അവനെ കെരീത്ത് തോട്ടിനരികിലെ താമസിക്കുന്നത്. അപ്പൊ അവന് വെള്ളം എവിടുന്ന് കുടിക്കാം? തോട്ടിന്ന് കുടിക്കാം. അങ്ങനെ ഇരിക്കെ വരൾച്ച കടുത്തു വരൾച്ച ആയപ്പോ ആ നിയമം അവിടെ എല്ലാവർക്കും ബാധകവും. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ ആ കെരീത്ത് തോട് വറ്റിപ്പോയ സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഏലിയാവിനെ അവിടെ ദൈവം കൈവിട്ടില്ല. ദൈവമല്ലേ അയച്ചത്? ദൈവം മനസ്സലിവുള്ളവനല്ലേ? ദൈവം ശക്തിയേറിയവനല്ലേ? വലിയവനല്ലേ? ദൈവത്തിന്റെ വിവേകത്തിന് അന്തമില്ല. അത് നമ്മൾ ഇന്ന് ഈ മനപ്പാടത്തിൽ പഠിച്ചു. ദൈവം എന്തെന്നറിയാമോ? അവിടുന്ന് ഏലിയാവിനെ പുറപ്പെടുവിച്ചു. എങ്ങോട്ടെന്നറിയാമോ? ഒരു വിധവയുടെ വീട്ടിലേക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ആ വിധവ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു വിധവയാ. എന്നാൽ ആ വിധവയെ കൂടെയും ഏലിയാവിനെ ദൈവം കരുതുകയാ. അവിടെയും ഏലിയാവിനെ ദൈവം പരിപാലിക്കുന്നതായിട്ട് കാണുന്നു. എന്താണെന്നറിയാമോ? ഏലിയാവ് അവിടെ ചെന്നിട്ട് ഏലിയാവിന് വിശന്നിട്ട് ഏലിയാവ് ആഹാരത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ആ സഹോദരി പറയണേ, ആ വിധവയായ സഹോദരി പറയുക, ഇവിടെ ഒന്നും തരാനില്ല, ഒരു പിടി മാവേ ഉള്ളൂ, കുറച്ച് എണ്ണയെ ഇരിപ്പുള്ളൂ, അത് വെച്ച് ഒരു അട ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഞങ്ങൾ മരിക്കാൻ ഇച്ഛിക്കുന്നു എന്ന് ഏലിയാവിനോട് ആ സഹോദരി പറയുമ്പം അവിടെ വെച്ചും ഏലിയാവ് എന്തെന്നറിയാമോ? ഏലിയാവിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് സാരാഫാത്തിലെ വിധവയെ ദൈവം കൽപ്പിച്ചാക്കിയെങ്കിൽ തിരിച്ച് ഒരു പരിപാലനം ഏലിയാവിലൂടെ ദൈവം ആ സാരാഫാത്തിലെ വിധവയ്ക്ക് വേണ്ടി കൽപ്പിക്കുന്നത് നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. അങ്ങനെ നീ പറഞ്ഞ വചനങ്ങളൊക്കെ സത്യമെന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഏലിയാവ് അവിടെ നിന്നും പുറപ്പെടുന്നു. അങ്ങനെ ഏലിയാവിന് ആ വരൾച്ചയുടെ സമയത്ത് രണ്ട് പ്രത്യേകമായ വിധങ്ങളിലൂടെ ദൈവം ഏലിയാവിനെ കരുതുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയുന്നു. അപ്പൊ ഈ സമയത്തെല്ലാം ഉണ്ടല്ലോ, ആഹാവ് വലിയ കഷ്ടതയിലായിരിക്കാം. എന്താ? ഒരു മനുഷ്യൻ കടന്നു വന്നു, ഒരു പ്രവാചകൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാവത്തില്ല. ആഹാവ് തന്റെ ചേവകരെയും തന്റെ പട്ടാളത്തെയും ഒക്കെ വിട്ടു നോക്കി അന്വേഷിപ്പിക്കുക ഏലിയാവിന് വേണ്ടി. പക്ഷെ ഏലിയാവിനെ എങ്ങും കണ്ടെത്താൻ കഴിയുന്നില്ല കേട്ടോ. എന്നാൽ ആ സമയത്ത്
ഈ ബാലിന്റെ വിഗ്രഹങ്ങളെയും ബാലിന്റെ ബലിപീഠങ്ങളെയും ഒക്കെ വെച്ച് അവർ ആരാധനയും പൂജാഗിരികളും പൂജകളൊക്കെ നടത്തുന്ന സമയം. പക്ഷെ ഏലിയാവിനെ അവർക്ക് കണ്ടെത്താൻ പറ്റില്ല. എന്നാൽ ഈ ആഹാബിനും ഇസബേലിനും അവിടെ ഒരു സേവകൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു ഗ്രഹവിചാരകൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് ഓബദ്യാവ്. പക്ഷെ ആ ഓബദ്യാവ് ഉണ്ടല്ലോ ദൈവഭക്തനായിട്ടുള്ള ഒരു ഗ്രഹവിചാരകനായിരുന്നു. അപ്പൊ ഇസബേലും ആഹാബും എന്താ ചെയ്യുന്നത്? യഹോവയുടെ പ്രവാചകന്മാരെ ഒക്കെ പിടിച്ചു കൊന്നു കളയുമ്പോഴുണ്ടല്ലോ ഓബദ്യാവ് എന്തോ ചെയ്യുന്നറിയാമോ? അവരെ രഹസ്യമായി പല ഗുഹകളിൽ പാർപ്പിക്കുമായിരുന്നു. ആര്? ഓബദ്യാവ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓബദ്യാവിനോട് ആഹാബ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ദേശത്തിലെ എല്ലാ തോടുകളിലും നദികളുടെ അരികിലൊക്കെ നീ പോയി നോക്ക്. വെള്ളമൊക്കെ വറ്റിക്കാണ്, എന്നാൽ നമ്മുടെ ദേശത്തിലെ മൃഗങ്ങളൊന്നും നശിച്ചു പോവാതിരിക്കാൻ അവർക്ക് പുല്ലെങ്കിലും കിട്ടേണ്ടതിന് നീ എല്ലാ തോടുകളിന്റെ അരികിലേക്ക് പോയി നോക്കാൻ പറഞ്ഞിട്ട് ആഹാബ് ഒരു വഴിയായി പോവുകയും ഓബദ്യാവ് ഒരു വഴിയായിട്ട് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോ ഉണ്ടല്ലോ ഓബദ്യാവ് ഇങ്ങനെ ഒരു വഴി പോയി വരുമ്പോ ഏലിയാവിനോട് കർത്താവ് അരുളി ചെയ്യുക, നിന്നെ ഉണ്ടല്ലോ ഇനി നിന്നെ ആഹാബിന് വെളിപ്പെടുത്തേണ്ട സമയമാണ്. ഇത്രയും ദിവസം നിന്നെ ഞാൻ ഒളിപ്പിച്ചു വെച്ചു, ഇനി നീ ഉണ്ടല്ലോ നീ നിന്നെ തന്നെ ആഹാബിനെ വെളിപ്പെടുത്തണം. അപ്പൊ അങ്ങനെ സമയത്ത് ആഹാബിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഏലിയാവ് കടന്നു പോകുന്ന അവസ്ഥയിൽ ഓബദ്യാവിനെ കണ്ടു. ഓബദ്യാവിനെ എതിരേറ്റ് ഏലിയാവ് ചെല്ലുകയും ഓബദ്യാവിനോട് ഏലിയാവ് പറയുക, നീ പറയണം ആഹാബിനോട് ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് ആഹാബിനോട് ചെന്ന് വിവരം പറയണമെന്ന് ഓബദ്യാവിനോട് പറയും. അപ്പൊ ഓബദ്യാവ് പറഞ്ഞു, നിനക്കറിയാമോ ഒരു കാര്യം, ഇസ്രായേൽ രാജ്ഞി എല്ലാരെയും നശിപ്പിച്ചു കളയുന്ന സമയത്ത് ഞാൻ എന്തോ ചെയ്തെന്നറിയാമോ? ഞാൻ അവരെയൊക്കെ ഇവിടെ ഒരു ഗുഹയിൽ ഒളിപ്പിച്ചു വെക്കുമായിരുന്നു. 50,000 അല്ലെങ്കിൽ 50 ഞാൻ ഓരോ ഗുഹയിൽ അവരെ ഒളിപ്പിച്ച് അവരുടെ പ്രാണനെ രക്ഷിക്കുന്ന അവസ്ഥയായിരുന്നു. എന്നിട്ട് നീ എന്നോട് പറയുക ദൈവത്തിന്റെ പ്രവാചകനായി നിന്നെ ഞാൻ അവന് കാണിച്ചു കൊടുക്കാൻ. ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? നടക്കുന്ന കാര്യമാണോ? ഓബദ്യാവ് ആരോട് പറയുക? ഏലിയാവിനോട് പറയാം. അല്ലല്ല, ഇത് ദൈവത്തിന്റെ കൽപ്പനയാ, എനിക്ക് രാജാവിന്റെ മുമ്പിൽ കാണിച്ചേ പറ്റത്തുള്ളൂ. നീ എന്തായാലും ചെന്ന് കാര്യം ബോധിപ്പിക്കുക, വിവരം പറയുക, ഞാൻ ഇവിടെ ഉണ്ട് എന്നൊരു വിവരം പറയുക എന്ന് ഏലിയാവ് ഓബദ്യാവിനോട് പറയുക. അങ്ങനെ ഓബദ്യാവ് ചെന്ന് ആഹാബിനെ വിവരം ധരിപ്പിക്കുക, ഞാൻ ഏലിയാവിനെ കണ്ടുമുട്ടി, ഏലിയാവ് ഇന്ന സ്ഥാനത്തുണ്ടെന്ന് ഓബദ്യാവ് അവരോട് പറഞ്ഞു, ആഹാബിനോട് പറഞ്ഞു. അങ്ങനെ ആഹാബ് ഏലിയാവിനെ കാണാൻ വന്നിട്ട് നടക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ആഹാബ് എന്താണെന്നറിയാമോ ഏലിയാവിനോട് പറയുന്നത്? ആഹാ, ഇതാര്? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനാണല്ലോ ഞാൻ കണ്ടത്. ഇതാ ആ വാക്ക് ഞാനൊന്ന് വായിക്കാം. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആരിത്? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അപ്പോ ഏലിയാവ് പറഞ്ഞൊരു ഉത്തരവുണ്ട്. എന്താ അവൻ പറഞ്ഞെന്നറിയാമോ? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഗ്രഹവും അത്രേ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നു പറഞ്ഞു. നീ എന്താ ചെയ്തേ? നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നു പറയാനിടയായി. അപ്പൊ ആഹാബ് എന്തെന്നറിയാമോ? ആഹാബ് ഏലിയാവും തമ്മിൽ ഇങ്ങനെ സമ്പാദിച്ചു കൊടുക്കുന്ന സമയത്ത് ഏലിയാവ് ആഹാബിനോട് ഒരു കാര്യം ചെയ്യും, നീ പറയുക, നീ ചെല്ലണം, നീ ചെന്നിട്ടുണ്ടല്ലോ, നിന്റെ കുറെ പ്രവാചകന്മാരുണ്ട്, നീ പരിപാലിക്കുന്ന കുറെ പ്രവാചകന്മാരുണ്ട്, ബാലിന്റെ പ്രവാചകന്മാർ 450 പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരെ ഇസബേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കൂടെ ബാക്കിയുള്ള ഇസ്രായേലിനെയും കൂടെ കൂട്ടി വരുത്തി നീ ഉണ്ടല്ലോ കർമ്മേൽ എന്ന പർവ്വതത്തിൽ വരണം. അവിടെ വെച്ച് ഒരു കാര്യം എനിക്ക് നിന്നെ വെളിപ്പെടുത്തണം. നീ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ആഹാബിനോട് ആര് പറയുക? ഏലിയാവ് പറയുക. എന്താ പറയുന്നതെന്ന് അറിയാമോ? നീ ചെന്ന് നീ പരിപാലിച്ചു വരുന്ന അല്ലെങ്കിൽ നിന്റെ ഭാര്യ പരിപാലിച്ചു വരുന്ന 450 ബാലിന്റെ പ്രവാചകന്മാരെയും ബാക്കി ഇസബേലിന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷിച്ചു വരുന്ന ബാക്കി 200 അശേര പ്രവാചകന്മാരെയും 400 അശേര പ്രവാചകന്മാരെയും ബാക്കിയുള്ള ഇസ്രായേലിനും കൂടെ കർമ്മേൽ പർവ്വതത്തിലേക്ക് വിളിച്ചു കൂട്ടുവാൻ വേണ്ടിയിട്ട് ആര് പറഞ്ഞെന്നറിയാമോ? ഈ ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു. അപ്പോ അങ്ങനെ എല്ലാവരും കർമ്മേൽ പർവ്വതത്തിൽ വന്നുകൂടി. അപ്പൊ നോക്കുമ്പോ എന്താ ചെയ്തത്? ദൈവത്തിന്റെ പ്രവാചകനായിട്ട് ഏലിയാവ് മാത്രമേ ഉള്ളൂ. ബാക്കി മെജോറിറ്റി ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് 450 ബാലിന്റെ പ്രവാചകന്മാരും അന്യദേവന്മാരുടെ പ്രവാചകന്മാർ അവിടെ വളരെ കൂടുതലാണ്. എന്നാൽ ദൈവത്തിന്റെ പ്രവാചകൻ, ഇസ്രായേലിന്റെ പ്രവാചകനായിട്ട് അവിടെ ഒരുവനെ മാത്രം കാണുവാനിടയിൽ. അപ്പൊ എന്താ സംഭവിക്കുന്നറിയാമോ? അപ്പൊ അവിടെ വെച്ച് ഈ ഇസ്രായേലരോട് അവിടെ നിന്ന വ്യക്തികളോടെല്ലാം ഏലിയാവ് ഒരു കാര്യം പറയാം, നിങ്ങൾ എങ്ങനെ 2 തോണിയിൽ കാൽ വെക്കുന്നത്? യഹോവ ദൈവമെങ്കിൽ അവനെ സേവിക്കുക, ബാൽ ദൈവമെങ്കിൽ അവനെ സേവിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോഴാരും ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഏലിയാവ് എന്താ ചെയ്യുന്നത് അറിയാമോ? ഏലിയാവ് മുന്നോട്ട് കടന്നു പോയിട്ട് ഒരു കാര്യം പറഞ്ഞു, 2 കാളക്കുട്ടികളെ എടുക്കുക, ഒരു കണ്ടീഷൻ വെക്കുക, ഇവിടെ യഹോവ ദൈവമാണെന്ന് തെളിയണം, ജീവിക്കുന്ന ദൈവമാണ് യഹോവ എന്ന് തെളിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം നിന്നോട് പറയുക. 2 കാളക്കുട്ടികളെ എടുക്കുക, ഒന്ന് എനിക്കും ഒന്ന് നിനക്കും.
എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ വിറകടുക്കിയിട്ട് അതിന്റെ മുകളിൽ കഷണം കഷണമാക്കി ആ കാളക്കുട്ടിയെ വെക്കണം. എന്നിട്ട് അതിന്മേല് എന്ത് ചെയ്യുന്നറിയാമോ? നീ പ്രാർത്ഥിക്കണം. നീ നിലവിളിക്കുമ്പോൾ നിന്റെ ദേവൻ അതിന്മേൽ തീ ഇറക്കി അതിനെ ദഹിപ്പിച്ചാൽ ബാലിന്റെ ദൈവം സത്യമാണെന്ന് ഞാൻ പറയും. എന്നാൽ മറിച്ച് ഞാൻ യഹോവയെ വിളിക്കുമ്പോൾ യഹോവ തീ ഇറക്കിയാൽ യഹോവ ദൈവമെന്ന് ഈ ദേശമൊക്കെ പറയും എന്ന് ആര് പറഞ്ഞു? ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാമോ? മെജോറിറ്റി ആരാ? 450 ബാലിന്റെ പ്രവാചകന്മാർ നിൽക്കുക. അവര് കടന്നു വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? വിറകൊക്കെ അടുക്കി കാളകളെയൊക്കെ വെച്ച് തീ ഇറക്കാൻ വേണ്ടിയിട്ട് ബാലിന്റെ ദേവനോട് ഉച്ചവരെ, രാവിലെ തൊട്ട് ഉച്ചവരെ നിലവിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിലവിളിക്കുന്നതേ ഉള്ളൂ, ശബ്ദം അവിടെ നിന്നും ഒരു ശബ്ദവും കേൾക്കാൻ, ഒരു ദേവന്റെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പൊ ഏലിയാവ് കളിയാക്കാൻ തുടങ്ങി. എന്താണെന്നറിയാം? നിന്റെ ദേവൻ ഉറങ്ങുവാണോ? നിന്റെ ദേവൻ എവിടെ പോയി? നിന്റെ ദേവനെ എന്താ ഇറങ്ങാത്തെ? ദേവൻ ഉറങ്ങുമായിരിക്കും, ദേവൻ എവിടെങ്കിലും പോയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഏലിയാവ് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ ഇവരെന്തോ ചെയ്യുന്നറിയാമോ? ഇവരുടെ ശരീരങ്ങളെയൊക്കെ മുറിച്ച് രക്തമൊക്കെ ഒഴിച്ച് ദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മറ്റ് പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, രക്തം ഭൂമിയിൽ വീഴുന്നത് ഇസ്രായേലിന്റെ ചട്ടത്തിനെതിരായിരുന്നു. പക്ഷെ ഈ അന്യാരാധനയുടെ ശക്തി, അല്ലെങ്കിൽ ഈ അന്യദേവന്റെ ശക്തി എന്താണെന്നറിയാം? തന്നെ താൻ ശരീരത്തിലൊക്കെ പാടുകളും കട്ടൊക്കെ ഉണ്ടാക്കി രക്തം ഒഴിച്ച് ദേവനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിച്ചു. അതൊക്കെ ഇസ്രായേലിന്റെ ദൈവത്തിനെതിരാണെന്ന് ഓർക്കണം. പക്ഷെ എന്നിട്ടും ബാലിന്റെ ദൈവം പ്രതികരിക്കാൻ ഇടയായില്ല. അപ്പോ നെക്സ്റ്റ് ആരുടെ ടേൺ ആയെന്നറിയാമോ? നമ്മുടെ ഏലിയ പ്രവാചകന്റെ ടേൺ ആയി. ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏലിയാവ് ആദ്യം ചെയ്ത ഒരു കാര്യം, ഏറ്റവും ആദ്യം ചെയ്ത കാര്യം എന്നറിയാമോ? ഇവരെ ഈ ഇസബേലും ആഹാബും രാജസ്ഥാനത്ത് വന്ന സമയത്ത് അവിടെ ഉള്ള യഹോവയുടെ യാഗപീഠത്തെയൊക്കെ അവരങ്ങ് പൊളിച്ചിട്ടാണ് ഈ ബാൽ വിഗ്രഹങ്ങളെയൊക്കെ അവർ പ്രതിഷ്ഠിച്ചത് കേട്ടോ. എന്നാൽ എന്താ ഏലിയാവ് ചെയ്യുന്നറിയാമോ? ഏലിയാവ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠത്തെ നന്നാക്കി. ആദ്യമായിട്ട് ഏലിയാവ് ചെയ്യുന്നതാണ്, ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ അവൻ നന്നാക്കിയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഇസ്രായേലിന്റെ ഗോത്രത്തിന് തക്കവണ്ണം 12 ഗോത്രം ഉണ്ടായിരുന്നു. 12 കല്ലെടുത്തിട്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. അപ്പൊ ആദ്യം അവിടെ ഏലിയാവ് ചെയ്യുന്ന ഒരു ശുദ്ധീകരണം, അല്ലെ? യഹോവ വസിക്കണമെങ്കിൽ അവിടെ ശുദ്ധീകരണം നടക്കണം. ഒരു ശുദ്ധീകരണ നിയമം, അല്ലെങ്കിൽ ആ യാഗപീഠത്തിൽ പ്രസാദിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ശുദ്ധീകരണം നടക്കണം. ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ആ ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ നന്നാക്കിയിട്ട് 12 കല്ലെടുത്തിട്ട് ഒരു യാഗപീഠം പണിതു. ആ വിറകിന്മേല് ഈ കാളക്കുട്ടിയെ വെച്ചു, അല്ലെങ്കിൽ കാളകളെ കഷ്ണമായിട്ട് ഖണ്ഡമാക്കി വിറകിന്മേൽ വെച്ചിട്ട് ചുറ്റും, യാഗപീഠത്തിന് ചുറ്റും ഒരു തോടും അവൻ ഒരുക്കി. ആ വെള്ളവും അവന് ചുറ്റും വിറകിന്മീതെ വെച്ചിട്ട് വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീനെന്ന് കൽപ്പിച്ചു. അങ്ങനെ ചെയ്തു. 3 പ്രാവശ്യം അങ്ങനെ ചെയ്ത ശേഷം, 3-ാം പ്രാവശ്യം ചെയ്ത ശേഷം എന്താണെന്നറിയാമോ? യാഗപീഠത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ആ യാഗപീഠത്തെ, ആ യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്ന ഒരവസ്ഥ കാണുവാനിടയായി. യഹോവ സത്യദൈവം അവിടെ നിന്ന് ജനങ്ങളെല്ലാം വിളിച്ചു പറയുന്ന ഒരവസ്ഥ അവിടെ. യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജനങ്ങളെല്ലാം കവിഞ്ഞു വീണ ഒരവസ്ഥ. ഇവിടെയും കൊണ്ട് തീർന്നില്ല. എന്താ പറയുക, ഇതൊക്കെയും ആര് കേട്ടെന്നറിയും? ഇസബേല് കേട്ടിട്ട് ഈ ഏലിയ പ്രവാചകനെ പിടിക്കാൻ വേണ്ടിയിട്ട് സൈന്യങ്ങളുമായിട്ട് അവർ പുറപ്പെട്ടു വന്നു. പക്ഷെ ആ സമയത്തുണ്ടല്ലോ ഈ ഏലിയ എന്തെന്നറിയാം, വളരെ പേടിച്ചിട്ട് ഭയത്തോടെ തനിക്ക് മരിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ഓടിപ്പോയി ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് മരിച്ചാ മതി, എനിക്ക് പേടിയാവുന്നു, എനിക്ക് ജീവഹാനി വരുത്തുവാൻ വേണ്ടി അവർ നോക്കുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടുവാൻ ആര് തുടങ്ങിയെന്നറിയാമോ? ഈ ഏലിയ പ്രവാചകൻ ഭയപ്പെടുവാൻ തുടങ്ങി. മരിക്കുവാൻ കൊതിച്ചിരുന്ന സമയത്ത് എന്ത് എന്നറിയാമോ? അവൻ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു ദൂതൻ വന്ന് അവനെ തട്ടി വിളിച്ചിട്ട് അവനെ ശക്തിപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? അവൻ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാ ഇവന് ആദ്യം കൊടുക്കുന്നത് ആഹാരം. ആദ്യം അവന്റെ ആവശ്യം ഇപ്പൊ ആഹാരം. അവന് ആഹാരം കൊടുക്കുക. ദൂതൻ അവനെ തട്ടി വിളിച്ചിട്ട് അവൻ ആഹാരം കൊടുക്കും. അത് കഴിച്ചിട്ട് വീണ്ടും അവൻ ഉറങ്ങിയപ്പം വീണ്ടും ദൂതൻ വന്നിട്ട് അവൻ ആഹാരം കൊടുത്തിട്ട് അവനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇത് കഴിക്ക്, നിനക്ക് ഏറെ ദൂരം സഞ്ചരിക്കാനുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അവനത് കഴിച്ചതിന് ശേഷം എന്താണെന്നറിയാമോ? അവൻ 40 ദിവസം നടന്ന് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ ചെന്നു. ദൈവത്തിന്റെ പർവ്വതം എന്നറിയപ്പെടുന്ന ഹോരേബിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നറിയും? അവൻ ആ ഗുഹയിൽ പോയി പാർക്കാൻ തുടങ്ങി. ഉടനെ അവനൊരു ശബ്ദം കേട്ടു. നീ ഇവിടെ എന്തുവാ ചെയ്യുന്നത്? ഒരു ശബ്ദം അവൻ കേൾക്കാനിടയായി. യഹോവയുടെ ശബ്ദം അവൻ കേട്ടു. നീ ഇവിടെ എന്തുവാ ചെയ്യുന്നത്? അവൻ വീണ്ടും പറയാൻ തുടങ്ങി, അവരെന്നെ പിടിക്കാൻ വരുന്നു, എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറയാൻ തുടങ്ങി. അപ്പോ ഉടനെ എന്താ ചെയ്യുന്നറിയാമോ? അവന് അതിനകത്ത് വന്നിരുന്നിട്ട് അവന്
വളരെ പേടിച്ച് ഭയന്നിരുന്ന ഒരവസ്ഥയില് ഈ യഹോവയായ ദൈവം അവനോട് കൽപ്പിക്കുക, നീ ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക്, അല്ലെങ്കിൽ പർവ്വതത്തിന്റെ പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്നൊരു ശബ്ദം ആര് കേട്ടു? ഏലിയാവ് കേട്ടിട്ട് എന്താ സംഭവിക്കുന്ന അറിയാമോ? നീ പർവ്വതത്തിന്റെ മുമ്പാകെ, യഹോവയുടെ മുമ്പാകെ വന്നു നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ 3-4 സംഭവങ്ങൾ നടന്നു. വലിയൊരു കൊടുങ്കാറ്റ് അവിടെ ഉണ്ടായി, വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായി, വലിയ തീ അവിടെ പുറപ്പെട്ടു വന്നു, വലിയ കുറെ സംഭവങ്ങൾ. കൊടുങ്കാറ്റിലും യഹോവ വെളിപ്പെട്ടു വന്നില്ല, തീയിലും യഹോവ വെളിപ്പെട്ടു വന്നില്ല, അവിടെ നടന്ന ഭൂകമ്പത്തിലും യഹോവ വെളിപ്പെട്ടു വന്നില്ല. അപ്പോഴെല്ലാം ഏലിയാവ് അവിടെ നിൽക്കുക, ഏലിയാവ് പേടിച്ചു നിൽക്കുക. എന്നാൽ തീക്കും കൊടുങ്കാറ്റിനും ഭൂകമ്പത്തിനൊക്കെ ശേഷം ഒരു മൃദു സ്വരം ഏലിയാവ് കേൾക്കാനിടയായി. ഏലിയാവ് എന്താ കേട്ടെന്നറിയാമോ? ഭൂകമ്പത്തിന് ശേഷവും തീയിലും കൊടുങ്കാറ്റിനും യഹോവയില്ലായിരുന്നു. എന്നാൽ ഒരു മൃദുസ്വരം, തീയുടെ ശേഷം സാവധാനമായ ഒരു ഇമ്പസ്വരം ഏലിയാവ് കേട്ടു. ഏലിയാവ് കേട്ടിട്ട് പുതപ്പുകൊണ്ട് മുഖം മൂടി അവൻ പുറത്തു വന്ന് ഗുഹയുടെ മുഖത്ത് നിൽക്കുക. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഇവിടെ നിന്നെ അയച്ചത് ഞാനാ, ഇവിടെ നിനക്ക് എന്താ കാര്യം? പേടിച്ച് ഹോരേബ് പർവ്വതത്തിൽ കയറിയിരിക്കുന്ന നിനക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് ഏലിയാവിനോട് ചോദിക്കുന്ന ഒരു മൃദുസ്വരം അവൻ കേട്ടു. അപ്പോ വീണ്ടും എന്താ ചെയ്യുന്നറിയാമോ? അവനെ ആ മൃദുസ്വരം കേട്ട ശേഷം അവൻ പറയുന്നതാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് അന്യ ദേവന്മാരെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. ഉടനെ യഹോവ അവന് വേണ്ടി ആ മൃദുസ്വരം കേൾപ്പിച്ചിട്ട് അവനെ ധൈര്യപ്പെടുത്തുക. ആ പർവ്വതത്തിൽ വെച്ച് യഹോവ അവന് വേണ്ടി വെളിപ്പെട്ടു വരിക. തീയുടെ നടുവിൽ യഹോവ വെളിപ്പെട്ടില്ല, കൊടുങ്കാറ്റിൽ യഹോവ വെളിപ്പെട്ടില്ല, ആ ഭൂകമ്പത്തിൽ യഹോവ വെളിപ്പെട്ടില്ല. തീക്ക് ശേഷം സാവധാനതയോടെ ഒരു ശബ്ദം ആര് കേൾക്കുക? ഏലിയാവ് കേൾക്കുക. എന്നിട്ട് യഹോവ എന്താ ചെയ്യുന്നറിയാമോ? യഹോവയുടെ പർവ്വതമായ, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ വെച്ച് അവനെ ഒരു പ്രത്യേക അഭിഷേകത്തോടെ ചില പ്രത്യേക നിയോഗങ്ങളിലേക്ക് അവനെ നയിക്കുകയാണ്. ജീവഹാനി വരുത്തുവാൻ, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് പേടിച്ചിരുന്ന ഏലിയാവിനെ തട്ടി വിളിച്ച് ദൂതനെ കൊണ്ട് ആഹാരം കൊടുത്ത ശേഷം, ബലപ്പെടുത്തിയ ശേഷം ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, ഒരു പുതിയ നിയോഗത്തിലേക്ക് അവനെ കരയേറ്റി വിടുകയാണ്. നാം ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നറിയാമോ? നമ്മുടെ ഏത് സാഹചര്യത്തിലും, നമ്മുടെ ഏത് വിഷമഘട്ടത്തിലും, നമ്മുടെ ഏത് പരിതസ്ഥിതിയിലും, ഒരു അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും നമ്മളെ തട്ടി വിളിച്ച് നമ്മളോട് സംസാരിക്കുന്ന, നമ്മളോട് സമ്പാദിക്കുന്ന ഒരു മൃദുസ്വരം, ആ മൃദുസ്വരം കേൾക്കാൻ വേണ്ടി നമ്മൾ ഏവരും ആ യഹോവയുടെ സ്വരം കേൾക്കാൻ വേണ്ടി ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഒന്ന് കയറി ചെന്ന് യഹോവയുടെ ശബ്ദത്തിനായിട്ട് നമുക്കൊന്ന് കാത്തിരിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏത് വിഷമഘട്ടമാകട്ടെ, ഏത് പ്രതിസന്ധി ആകട്ടെ, ഏത് സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകട്ടെ, ആ യേശു അപ്പച്ചന്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു എന്ന്, അപ്പ ഞാൻ ഇതാ, അടിയൻ ഇതാ എന്ന് പറഞ്ഞ ഒരു ശബ്ദത്തോടെ നിങ്ങൾ കടന്നു ചെല്ലുകയാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ യേശു കർത്താവ് ഇന്നും ശക്തന. ഏലിയാവിനെ തട്ടി വിളിച്ച്, പ്രാണഭയത്തിൽ, മരണഭയത്തിൽ ഇരുന്ന ഏലിയാവിനെ തട്ടി വിളിച്ച് ആശ്വസിപ്പിച്ച, ദൂതനെ വിട്ട് ആശ്വസിപ്പിച്ച കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ഇന്നും ശക്തമാണ്. നാം ഈ പാഠഭാഗത്തിൽ കാണുന്ന മനപ്പാഠത്തിലെ പോലെ നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു. ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ഒരു പ്രത്യേക അഭിഷേകം ആർക്ക് കൊടുക്കാണെന്നറിയാമോ? ഹോരേബ് പേടിച്ചിരുന്ന ഏലിയാവിന് ഒരു പ്രത്യേക അധികാരം കൊടുത്ത്, എന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? ചിലരെ രാജസ്ഥാനത്തിലേക്ക് അഭിഷേകം ചെയ്യാൻ വേണ്ടി അവിടെ ഏലിയാവിനെ നിയോഗിച്ച്, പേടിച്ചിരുന്ന, അല്ലെങ്കിൽ തന്റെ ജീവിതം തീർന്നു, ഇനി തനിക്കൊരു ഭാവിയില്ല എന്ന് കരുതിയിരുന്ന ഏലിയാവിനെ ഒരു നിയോഗത്തിലേക്ക് കർത്താവ് ആ പർവ്വതത്തിൽ വെച്ച് അഭിഷേകം ചെയ്യുന്നു. അപ്രകാരം നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ കഷ്ടതകളിൽ നമ്മുടെ കർത്താവ് വളരെ വലിയവനും ശക്തിയേറിയതുമാകുന്നു. അവന്റെ വിവേകത്തിന് അന്തമില്ല. അവന്റെ ആ തിരുകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ മൃദുസ്വരം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെവികളെ കൂർപ്പിക്കാം. ഈ പാഠഭാഗങ്ങളൊക്കെ നമ്മളെ ദൈവം ധാരാളമായിട്ട് ഈ പാഠഭാഗത്തിലൂടെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പാഠഭാഗങ്ങൾ വായിക്കണം, ആ മനഃപ്പാഠങ്ങൾ ഹൃദയസ്ഥമാക്കണം, മാതാപിതാക്കളെ പറഞ്ഞു കേൾപ്പിക്കണം, പാഠഭാഗത്തിന്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ ചെയ്യണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആ മൃദുസ്വരത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. യേശു കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.